പരിസ്ഥിതി പ്രവർത്തകനും പുരോഗമനവാദിയുമായ CR നീലകണ്ഠനെ ക്ഷണിച്ചോളൂ. വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ, വരാൻ അല്പം താമസിച്ചത് ഒരു പോലീസ് മർദ്ദനത്തിൽ നട്ടെല്ലൊടിഞ്ഞ ഒരു മനുഷ്യൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധം നടത്തി വരികയായിരുന്നു. അതിനിടയിൽ നിന്നാണ് ഞാനിങ്ങോട്ട് പോന്നിട്ടുള്ളത്. ആ മാർച്ച് മിക്കവാറും ഇപ്പോൾ IG ഓഫീസിൻ്റെ അവിടെ വെച്ച് തടഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എനിക്കിത് കഴിഞ്ഞ് അവിടെ തന്നെ എത്തണം. അവരവിടെ എത്തുമ്പോഴേക്കും ഞാൻ അവിടെ എത്തും. യഥാർത്ഥത്തിൽ മനുഷ്യാവകാശ എന്ന് പറയുന്നത് ഒരു മനുഷ്യന് എന്തിനൊക്കെ അവകാശങ്ങളുണ്ട് എന്ന ചോദ്യമുണ്ട്. നമ്മൾ മതേതര ഭരണഘടനയാണ് നമുക്കുള്ളത്, മതേതര സമൂഹമാണ് നമുക്കുള്ളത്, ജനാധിപത്യ സമൂഹമാണ് നമുക്കുള്ളത് എന്നൊക്കെ പറയുമ്പോഴും മതേതരത്വത്തിലും ജനാധിപത്യത്തിലും തരിമ്പും വിശ്വസിക്കാത്തവർക്ക് മേൽക്കൈ കിട്ടുന്ന ഒരു സാമൂഹ്യ അവസ്ഥയിലേക്ക് കേരളവും മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ഭയം ഉള്ള ഒരാളാണ് ഞാൻ. ഏതെങ്കിലും സർക്കാർ മാറിയത് കൊണ്ട് മാത്രം കേരളത്തിൻ്റെ സാമൂഹ്യാവസ്ഥയിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന ആളല്ല ഞാൻ. അതിന് പല കാരണങ്ങളുണ്ട്. ഇതൊരു സർക്കാർ, ഇപ്പോൾ നേരത്തെ സുഹൃത്ത് സംസാരിച്ചു, ശരിയാണ്. തീർച്ചയായും പുരോഗമന ആശയമുള്ള സർക്കാരുകൾ വരുന്നത് സന്തോഷകരം തന്നെയാണ്. അത് എങ്ങനെ നടപ്പാക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ പ്രശ്നം അതല്ല. പ്രശ്നം അടിസ്ഥാനപരമായി ധൈര്യത്തോടെ എനിക്ക് എൻ്റെ നിലപാട് പറയാൻ ഇന്ന് എത്രയിടത്ത് കഴിയും എന്നതാണ്. എല്ലാ നിലപാട് പറയുമ്പോഴും ഇഫ്സ് ആൻഡ് ബട്ട്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ നിലപാടുകളെ പൂർത്തീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ. ജനാധിപത്യത്തിൽ ഒരാളുടെ നിലപാട് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ജബ്ബാർ മാഷിൻ്റെ നിലപാട് ഇഫ്സ് ആൻഡ് ബട്ട്സ് വച്ചിട്ടല്ല എങ്കിൽ അത് പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ദ്വിമുഖം അല്ലെങ്കിൽ ത്രിമുഖം ആളുകൾക്കുള്ള ഒരു സമൂഹമായി ഇത് മാറിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഭയപ്പെടുന്നത് ഏത് തരം ഫാസിസത്തിനും കടന്നു വരാൻ കഴിയുന്ന ഒരു വഴിയാണ് ഈ ദ്വിമുഖ പരിപാടി. നിങ്ങളൊരു മുഖത്ത് വളരെ പുരോഗമനപരമായ നിലപാടെടുക്കുകയും ഒരുപക്ഷെ വ്യക്തി ജീവിതത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതത്തിൽ മറ്റൊരു നിലപാടെടുക്കുകയും ചെയ്യുന്ന അവസ്ഥ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അത് തുറന്നു കാട്ടപ്പെടേണ്ടത് തന്നെയാണ്. ഞാൻ പറഞ്ഞു, ഒരു വ്യക്തിയും സമ്പൂർണ്ണമായി എല്ലാം ശരിയായി ചെയ്യുന്ന ആളാകണം എന്നൊന്നും ഞാൻ പറയില്ല. ഒരു വ്യക്തിക്കും അങ്ങനെ ആവാനും കഴിയില്ല. കാരണം പല സാഹചര്യങ്ങളും, ഒരു വ്യക്തി സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ ഉള്ള സ്വാധീനങ്ങൾക്ക് വിധേയനാണ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അങ്ങനെയല്ലാതെ തനിക്ക് തോന്നുന്ന സത്യം വിളിച്ചു പറയാൻ കഴിയുന്ന അപൂർവം ആളുകളെ സമൂഹത്തിലുണ്ടാവും. അവിടെയാണ് പ്രശ്നം. ആ അപൂർവം ആളുകൾക്ക് നേരെയാണ് എപ്പോഴും ഇത്തരത്തിലുള്ള ആക്രമണ സാധ്യതകൾ വരിക. അപ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്തത് പറയാൻ, നേരത്തെ പറഞ്ഞു, ഇന്ന കാര്യം പറയുന്നവൻ കൊല്ലപ്പെടേണ്ടവനാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന നിലപാടുള്ളവൾ കൊല്ലപ്പെടേണ്ടവനാണ് എന്ന് പറഞ്ഞാൽ, പിന്നെ നമ്മുടെ ഭരണഘടനയും ജനാധിപത്യത്തിനൊന്നും യാതൊരു അർത്ഥമില്ലല്ലോ. റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ റൈറ്റ് ഫോർ ഒപ്പീനിയൻ എന്ന് പറയുന്നതും ഒക്കെ ഭരണഘടന 14, 19, 21 ഒക്കെ എഴുതി വച്ചേക്കുക. അത് കഴിഞ്ഞിട്ട് ഇന്ന അഭിപ്രായം പറയുന്ന ആൾ ജീവിക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഭരണഘടന അല്ലെങ്കിൽ ഇത് ഞാൻ അംഗീകരിക്കുന്നില്ല, നിയമം ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പരസ്യമായി പറയലാണ്. ഇത് നമുക്ക് ഉറച്ചു നിന്ന് പറയാൻ കഴിയും. ജബ്ബാർ മാഷിൻ്റെ അഭിപ്രായത്തോട് വിയോജിപ്പുള്ളവർക്കും അതിനെ 100% എതിർക്കുന്നവർക്കും പറയേണ്ട ഒരു കാര്യം, ഇത് പറയാൻ ജബ്ബാർ മാഷക്ക് അവകാശമുണ്ട് എന്നാണ്. അങ്ങനെ ഒരു ഐക്യത്തിൽ നിന്നല്ലാതെ ജനാധിപത്യ സംരക്ഷണം സാധ്യമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരാൾക്ക് ഏത് മതത്തിലും വിശ്വസിക്കാം, ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാം എന്ന് പറയുന്നതാണ് നമ്മൾ പറയുന്ന ജനാധിപത്യവും മതേതരത്വവും എന്നാണ് ഞാൻ വിചാരിക്കും. ജബ്ബാർ മാഷെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഏത് മതത്തിൽ വിശ്വസിക്കട്ടെ, ആ മതത്തിൽ വിശ്വസിക്കാനുള്ള അയാളുടെ അവകാശം തന്നെ ജബ്ബാർ മാഷിനെ സംരക്ഷിക്കുന്നതിലൂടെയേ നിലനിൽക്കൂ എന്നതാണ് പ്രശ്നം. അല്ലെങ്കിൽ നാളെ ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവണതകൾ ഒരുപാടുണ്ട്. നമ്മുടെ സംസാരിക്കാനുള്ള അവകാശം മാത്രമല്ല, വസ്ത്രം ധരിക്കാനുള്ള അവകാശം, ഭക്ഷണം കഴിക്കാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, സഞ്ചരിക്കാനുള്ള അവകാശം, ആർക്ക് എവിടെ എന്നൊക്കെ നിശ്ചയിക്കുന്നത്
ആരാണ് എന്ന ചോദ്യം, അത് നിയമത്തിനപ്പുറത്തുള്ള ഏതെങ്കിലും ഏജൻസികളോ ശക്തികളോ ആണെങ്കിൽ ആ രാജ്യത്ത് സമൂഹത്തിൽ ജനാധിപത്യമില്ല എന്ന് പറയേണ്ടി വരും. അവിടെയാണ് പ്രശ്നം. ശബരിമലയിൽ ആര് പോകണം പോകണ്ട എന്ന തർക്കത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ശബരിമലയിൽ വിശ്വാസമുള്ളവർ പോയാൽ മതി, അല്ലാത്തവർ പോകണ്ട. ശബരിമലയിൽ സ്ത്രീകൾ കയറണം എന്ന വാദം വന്നപ്പോൾ ഞാനതിനെ എതിർത്തത് വളരെ പ്രത്യേകമായ വേറൊരർത്ഥത്തിലാണ്. എനിക്ക് യാതൊരു നിർബന്ധമില്ല ശബരിമലയിൽ ആരെങ്കിലും പോകണമെന്ന്, എന്നിട്ട് വേണ്ടി പിന്നെ സ്ത്രീകൾ പോകണമെന്ന്. അതൊരു പ്രശ്നം. രണ്ടാമത്തെ വിഷയം, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ ശബരിമലയ്ക്ക് പോകരുതെന്നാണ് ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവിടെ കൂടുതൽ ആളുകൾ ചെല്ലുന്തോറും കൂടുതൽ കാട് വെട്ടാനും കൂടുതൽ കെട്ടിടം പണിയാനും കൂടുതൽ പശ്ചാത്തല സൗകര്യം ഉണ്ടാക്കാനുമായിരിക്കും നമ്മൾ ശ്രമിക്കുക. ഞാൻ പറഞ്ഞത്, ശബരിമലയിൽ സ്ത്രീകൾ പോകണമെന്നത് തീരുമാനിക്കേണ്ടത് ഏത് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ആരെങ്കിലും പോകണമെന്നുള്ളത്. ഇപ്പോൾ പോകണം എന്നുള്ള ഒരു സ്ത്രീക്ക് പോകണം എന്ന് പറഞ്ഞാൽ പോകണം, അത്രേ ഉള്ളൂ. പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട. ഇപ്പം ഞാൻ ശബരിമലയിൽ പോകാത്തത് എനിക്ക് ശബരിമലയിൽ പോകണ്ടെന്നുള്ളതുകൊണ്ടാണ്. അതിന് പോകണമെന്നുണ്ടെങ്കിൽ വേറെ പല മലയിലും ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ ശബരിമലയിൽ ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഇവിടെ ഒരു വിശാലമായ ഒരു ജനാധിപത്യ ബോധം സമൂഹത്തിൽ ഉണ്ടാകണം. ആ ബോധം വളർത്തുന്നതിൽ നാം വളരെ വളരെ പുറകോട്ട് പോയിരിക്കുന്നു. ഇപ്പോൾ നവോത്ഥാനമൊക്കെ വീണ്ടും ഓർമ്മിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളെപ്പോഴും പറയാറുണ്ട്, നിർമ്മാല്യം പോലൊരു സിനിമ ഇന്നെടുക്കാൻ കഴിയില്ല, നായരെ പിടിച്ച പുലിവാല് എന്ന സിനിമ ഇന്നെടുക്കാൻ കഴിയില്ല. കാരണം എടുത്താൽ അതിന് എതിർപ്പ് വരെ എവിടെ നിന്നൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഏറ്റവും സെക്യുലർ എന്ന് നമ്മൾ കാണുന്ന ഒരു ഫീൽഡാണ് സിനിമ. എൻ്റെ വീട്ടിലൊക്കെ എനിക്കറിയാം, എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മയടക്കമുള്ള ആളുകളുടെ മതനിര അല്ലെങ്കിൽ സെക്യുലർ ബോധത്തെ ഏറ്റവും കൂടുതൽ വളർത്തിയിട്ടുള്ള സിനിമയാണ്. രണ്ട് ജാതികളിൽപ്പെട്ട ആളുകൾ വിവാഹം കഴിക്കാം എന്ന് ഇന്ന് 85 വയസ്സായ എൻ്റെ അമ്മയാണ്. അമ്മ ധൈര്യമായി വിശ്വസിക്കുന്നത് അമ്മ സിനിമ കണ്ടിട്ടാണ്. സ്നേഹിക്കുന്നവർ തമ്മിൽ കല്യാണം കഴിക്കണമെന്നത് സിനിമയിലെ നിയമമാണ്. അമ്മ പറഞ്ഞു, അത് ശരിയല്ലേ, ഒരു ജാതി ഇപ്പം നിങ്ങൾ എന്തിനാ നോക്കുന്നതെന്ന് എൻ്റെ അമ്മ പറയുന്നത് സിനിമയിൽ നിന്നാണ്. പക്ഷേ ആ സിനിമ പോലും ഇന്ന് അങ്ങനെയല്ലാത്ത ലോകത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നാളിതുവരെ നമ്മൾ സെക്യുലർ എന്ന് പറയുന്ന സംഗതികളൊക്കെ നോൺ സെക്യുലറായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയാതെ നമുക്ക് പോയിക്കൂടാ. അപ്പോൾ എങ്ങനെയാണ് ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് എന്ന അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് ഒരു സമൂഹത്തെ കൊണ്ടുവരിക? വലിയ വലിയ ഇടപെടലുകൾ അക്കാര്യത്തിൽ വേണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. വലിയ ഇടപെടലുകൾ വേണം. കേവലം സെക്യുലർ ഡെമോക്രാറ്റിക് എന്ന പ്രിൻസിപ്പിൾ മാത്രം സമൂഹം നിൽക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു പോലീസ് മർദ്ദനം ഏറ്റ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പിന്നെ എന്ത് ഡെമോക്രസിയാണ് ഉള്ളത്? അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നട്ടല് തകർന്ന ആശുപത്രി കിടക്കുക. അയാൾ പറയുന്ന ഡെമോക്രസി എന്ന് പറയുന്ന അയാളുടെ മുമ്പിൽ വരുന്നത് വേറെ രൂപത്തിലാണ്, നിയമം എന്ന് പറയുന്ന അയാളുടെ മുമ്പിൽ വരുന്ന വേറെ രൂപത്തിലാണ്. അപ്പം അതുപോലെ ഈ സമൂഹത്തിൽ നീതി നിഷേധിക്കപ്പെടുന്ന മുഴുവൻ ആളുകളുമായി ഐക്യദാർഢ്യം ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ ഈ ജനാധിപത്യ സംരക്ഷണം സാധ്യമാകൂ എന്നാണ് എൻ്റെ ഒരു വളരെ വിനീതമായ അഭിപ്രായം. അതിനുള്ള ഒരു വാതിലുകൾ, അതിനുള്ള ചർച്ചകൾ, അതിനുള്ള വേദികൾ നമ്മുടെ സമൂഹത്തിലുണ്ടാവണം. ഇന്ന് നിർഭാഗ്യവശാൽ അത്തരം വേദികൾ തന്നെയില്ല എന്നതാണ് നമ്മുടെ ഒരു പ്രശ്നം. സെക്ലൂഡഡ് വേദികളാണുള്ളത്, തുറന്ന വേദികൾ. നമ്മളൊക്കെ പറയും ആർക്ക് വേണമെങ്കിൽ വരാം. നമ്മൾ ഏത് വേദിയും പറയുമ്പോൾ പോലും അങ്ങനെ ആർക്കും ചെല്ലാവുന്ന വേദികൾ ഇന്നില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മഹാത്മാ അയ്യങ്കാളിയെ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നത് ഈ രാജ്യത്ത് ആദ്യമായി പൊതുവഴി ഉണ്ടാക്കിയ ആൾ എന്നർത്ഥത്തിലാണ്. അതിനുമുമ്പ് രാജ്യത്ത് പൊതുവഴിയില്ലല്ലോ. അതിനുമുമ്പ് ആർക്കെങ്കിലും സൗകര്യം അനുസരിച്ച് നടക്കാവുന്നതും സൗകര്യം അനുസരിച്ച് പോകാവുന്നതും ആരെങ്കിലും അനുവദിച്ചാൽ മറ്റൊരാൾക്ക് പോകാവുന്നതും ആയ വഴികളെ ഉണ്ടായിരുന്നു. പൊതുവഴി ഉണ്ടായതും പൊതുവിദ്യാലയം ഉണ്ടായതും ഒക്കെ മഹാത്മാ അയ്യങ്കാളിയെ പോലെയുള്ള ആളുകളുടെ പ്രവർത്തനമാണ്. ആ നവോത്ഥാനത്തിൻ്റെ സൃഷ്ടിച്ച പൊതുവഴികൾ, പൊതുവിദ്യാലയങ്ങൾ, പൊതു ആരാധനാലയങ്ങൾ ഇന്നില്ലാതാകുമ്പോൾ അത് സംരക്ഷിക്കുന്ന പോരാട്ടവും ഒരർത്ഥത്തിൽ ഈ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഞാൻ ഇത് പറഞ്ഞത് തീർച്ചയായും എവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഈ കാര്യങ്ങളെക്കുറിച്ച് എന്നേക്കാൾ അറിവുള്ള ആളുകളാണ് എൻ്റെ മുമ്പിലും പിമ്പിലുമൊക്കെ ഇരിക്കുന്നത്. എങ്കിലും എന്നെ ക്ഷണിക്കുമ്പോൾ എൻ്റെ അഭിപ്രായം വരും. അപ്പോൾ നമുക്ക് വളരെ വിശാലമായ അർത്ഥത്തിൽ ഒരു ജനാധിപത്യ സംരക്ഷണത്തിനുള്ള മുന്നൊരുക്കം വേണം. തീർച്ചയായും ഗവൺമെൻറ് അതിൻ്റെ പങ്ക് നിർവഹിക്കണം. രാഷ്ട്രീയ പാർട്ടികളെ ആരെയും ഞാൻ വിമർശിക്കുന്നില്ല, കാരണം അവർക്ക് അവരുടെ പരിമിതികൾ ഉണ്ടാവാം. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇപ്പോൾ പുരോഗമനം, പിന്തിരിപ്പൻ എന്നൊക്കെ പാർട്ടികളെയൊക്കെ അങ്ങനെ വേർതിരിക്കാൻ കഴിയുന്നൊരു കാലമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ
എനിക്കറിയില്ല, എനിക്കങ്ങനെ കഴിയാത്ത ഒരു മാനസികാവസ്ഥയുണ്ട്. അതെൻ്റെ അനുഭവമാകാം. അതിൽ തർക്കത്തിലേക്ക് ഞാൻ കടക്കുന്നുമില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഏത് പാർട്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജനാധിപത്യം ഇവിടെ ഉണ്ടാകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ നിന്നുള്ള പാർട്ടികളൊക്കെ നശിച്ചു പോയാലും ഡെമോക്രസി വിൽ സർവൈവ്. അതിനുള്ള ഒരു പോരാട്ടമാണ്. അതിന് നമ്മൾ ഇപ്പോൾ ആ പാർട്ടിയാണോ ശരി, ഈ പാർട്ടിയാണോ ശരി എന്ന തർക്കത്തിലേക്കാണ് നാം പോകുന്നതെങ്കിൽ വീണ്ടും നമ്മൾ പഴയ ട്രാപ്പിൽ തന്നെ വന്ന് പെടാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കൊരു കൂട്ടായ മുന്നേറ്റം അനിവാര്യമാണ്. അത്തരത്തിൽ ഏത് കൂട്ടായ്മയിലും ഒരു പങ്കാളി എന്ന നിലയിൽ ഞാനുണ്ടാകും എന്ന ഒരു ഉറപ്പ് മാത്രം ഈ സദസ്സിന് നൽകിക്കൊണ്ട് എന്നെ ശ്രവിച്ച എല്ലാവർക്കും, എന്നെ ക്ഷണിച്ചവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. പെരിയാർ മലിനീകര വിരുദ്ധ സമിതി പ്രവർത്തകനുമായ ശ്രീ പുരുഷൻ ഏലൂർ. ജബ്ബാർ മാഷിന് നേരെയുള്ള വധഭീഷണിക്കെതിരെ കേരളത്തിലുടനീളം പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. തീർച്ചയായിട്ടും ജബ്ബാർ മാഷിന് നേരെയുള്ള വെല്ലുവിളി അല്ലെങ്കിൽ വധഭീഷണി തടയേണ്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനത്തിന് ഉണ്ട് എന്നുള്ളതും അല്ലെങ്കിൽ അത്തരം രീതികൾ വെച്ചു പുലർത്തുന്ന എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് നമ്മളെ കൂടുതൽ കർമ്മനിരതരാക്കുക എന്നുള്ളൂ. 2-3 കാര്യങ്ങൾ മാത്രം വളരെ ചുരുങ്ങിയ സമയത്തിന് ചൂണ്ടിക്കാട്ടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമുക്കറിയാം ചരിത്രത്തിൽ 1857 ശിപ്പായി ലഹള അല്ലെങ്കിൽ 1-ാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായിട്ട് മുസ്ലിങ്ങളും ഹിന്ദുക്കളും സകല ജാതികളും ഒരുമിച്ച് ഒരു ശത്രുവിനെതിരെ പോരാടിയ ഒരു ചരിത്രം നമുക്കുണ്ട്. ആ കാലത്ത് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ വിദേശികൾക്കെതിരായിട്ടുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ശ്രമം എല്ലാ വിഭാഗം ആളുകളുടെ അടുത്തുനിന്നും ഉണ്ടായിരുന്നു. അതിനകത്ത് രാജാക്കന്മാർ തൊട്ട് തൊഴിലാളികൾ വരെ പങ്കെടുത്ത വലിയൊരു സമര പോരാട്ടം തന്നെയായിരുന്നു. അതിനെ തുടർന്നാണ് ബ്രിട്ടീഷുകാർക്ക് കൂടുതലായിട്ട് അതേക്കുറിച്ച് ബോധവും ഉണ്ടാവുന്നത്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഇങ്ങനെ ഒരുമിക്കാൻ പാടുള്ളതല്ല. അതിന് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീര സർവക്കർ എന്ന് പറയുന്ന ഹിന്ദുത്വവാദിയെ ആൻഡമാനിലെ ജയിലിൽ അടച്ചുകൊണ്ട് അതിന് കൃത്യമായൊരു പ്ലാൻ തന്നെ തയ്യാറാവുന്നുണ്ട്. ആൻഡമാനിലെ പീഡനങ്ങൾക്കൊടുവിൽ സർവക്കർ പറയുന്നുണ്ട്, എല്ലാത്തിനും മാപ്പെഴുതി കൊടുത്തുകൊണ്ട് ഞാൻ ഇനി മുതൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ എല്ലാ വിധത്തിലുള്ള രീതിശാസ്ത്രങ്ങളെയും പിന്തുടരുന്ന ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരുവനായിട്ട് ഇനിയുള്ള കാലം ജീവിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് സേവ ചെയ്തു കൊള്ളാമെന്നുള്ള പ്രഖ്യാപനം തന്നെ സർവക്കർ നടത്തുന്നുണ്ട്. തുറന്ന് എഴുതിയ എല്ലാ എഴുത്തുകളും അതിൻ്റെ നാം അഥവാ നമ്മുടെ ദേശീയത നിർവചിക്കപ്പെടുന്നു അടക്കം ഹിന്ദുത്വം അടക്കമുള്ള എല്ലാ സംഭവങ്ങളിലും പ്രതിസ്ഥാനത്ത് ശത്രുസ്ഥാനത്ത് നിർത്തുന്നത് മുസ്ലിങ്ങളെയാണ്. ദേശീയത ഒരു മുഖ്യ വിഷയമായിട്ടെടുത്തുകൊണ്ട് ദേശീയതയ്ക്ക് പുറത്തുള്ള ആളുകളെ പുറത്താക്കണമെന്നല്ലെങ്കിൽ കൊന്നെടുക്കണമെന്നുള്ള സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ സിദ്ധാന്തത്തിന് കൂടുതൽ ഇന്ധനം പകരുന്ന വേറൊരു പ്രസ്താവന ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായിട്ടുള്ള മൗമൂദി മുന്നോട്ട് വെക്കുന്നുണ്ട്. മൗമൂദി പറയുന്നു, ദേശീയത എന്നാൽ അനിസ്ലാമികമാണ്, ഇസ്ലാമികമല്ല. ഒരു മുസ്ലിമിന് ഒരു കാരണവശാലും ദേശീയതയെ അംഗീകരിക്കാനാവില്ല. ദേശീയത അംഗീകരിച്ചാൽ മുസ്ലിം ആകുകയുമില്ല. അതുകൊണ്ട് ദേശീയതയെ എതിർക്കുക എന്നത് തന്നെയാണ് മുസ്ലിമിൻ്റെ ആത്യന്തികമായിട്ടുള്ള കടമയെന്ന് മൗമൂദി പറയുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾക്ക് എല്ലാ തരത്തിലുള്ള ഭിന്നതകളും നമ്മൾക്ക് കണ്ടു തുടങ്ങാം. അത് ജിന്ന തുടങ്ങി ഇങ്ങോട്ട് എല്ലായിടത്തും കാണാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഏറ്റവും കൂടുതലായിട്ടുള്ള ധ്രുവീകരണം കാണുന്നത് 1992 അതിനു മുമ്പുള്ള എല്ലാ വർഗീയ ലഹളകളിലും മുസ്ലിങ്ങളെ ഉന്നം വെച്ചുകൊണ്ട് മുസ്ലിങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള വർഗീയ ലഹളകൾക്കും ചുക്കാൻ പിടിക്കുന്നത് RSS എന്ന് പറയുന്ന ഏറ്റവും കുടിലതന്ത്രം കൈകാര്യം ചെയ്യുന്ന ഒരു ദേശവിരുദ്ധ സംഘടന തന്നെയാണെന്ന് നമ്മൾക്കറിയാം.
തീർച്ചയായിട്ടും അതിന് പകരം ഇന്ധനം നൽകുന്ന തരത്തിലേക്ക് മുസ്ലിം തീവ്രവാദികളും ഇപ്പുറത്ത് ഒട്ടും മോശമല്ലാത്ത രീതിയിൽ പെരുമാറി എന്നുള്ളത് നമ്മൾക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ, ലഹളയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ കാണാവുന്നതാണ്. 92 ശേഷം തീർച്ചയായിട്ടും അരക്ഷിതബോധം മുസ്ലിങ്ങളെ കൂടുതൽ അലട്ടി എന്നുള്ളത് വാസ്തവമാണ്. അതിനെ കൂടുതൽ മുതലാക്കുന്ന തരത്തിലേക്ക് ഇന്ത്യക്കകത്തുനിന്നും പുറത്തുനിന്നുമുള്ള ഇസ്ലാം തീവ്രവാദികൾ ഉപയോഗപ്പെടുത്തിയതെന്ന് മാത്രമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? കൂടുതൽ സംവാദങ്ങൾ ഉണ്ടാവുകയാണ് വേണ്ടത്. നമ്മുടെ വീട്ടിലാണെങ്കിലും നാട്ടിൻപുറത്താണെങ്കിലും ചായക്കടയിലാണെങ്കിലും സംവാദത്തിനുള്ള ഇടങ്ങൾ തുറന്നിടുക എന്നുള്ളതാണ്. നമ്മൾക്കറിയാം, ഇന്ന് പലപ്പോഴും നമ്മൾക്ക് വീടിനകത്ത് പോലും സംവാദം സാധ്യമല്ലാത്ത രീതിയിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. പലപ്പോഴും വീടിനകത്ത് കയറിയാൽ നമ്മൾക്ക് വർത്തമാനം പറയാനുള്ള എല്ലാ സാധ്യതകളെയും അടക്കുന്ന തരത്തിലേക്ക് എല്ലാ ടെക്നോളജിയും നമ്മളുടെ കയ്യിലാവുന്നു. പരസ്പരം ഒരു സെറ്റിയിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കളിക്കുന്ന കാഴ്ച വീട്ടിലാണെങ്കിലും നമ്മളുടെ വേദിയിലാണെങ്കിലും നമ്മുടെ യോഗസ്ഥലത്താണെങ്കിലും കാണാവുന്നതാണ്. ഇങ്ങനെ കുത്തിക്കളിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേക നേട്ടമുണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നേട്ടമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സംവാദത്തിനുള്ള ഇടമാണ് അത് കവർന്നെടുക്കുന്നത്. ആ ഇടം തിരിച്ചു പിടിക്കാതെ, പൊതു ഇടങ്ങൾ തിരിച്ചു പിടിക്കാതെ ഏതൊരു തരത്തിലുള്ള തീവ്രവാദത്തെയും നമ്മൾക്ക് ചെറുക്കാനാകില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ടെക്നോളജിയെ ഉപയോഗപ്പെടുത്തുന്നത് വേറൊരു തരത്തിലായിരിക്കണം. നമ്മൾക്ക് സംവാദത്തിനുള്ള സമയവും സംവാദത്തിനുള്ള തലങ്ങളും നഷ്ടപ്പെടുത്തിക്കൊണ്ടാവരുത് ടെക്നോളജി ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ടെക്നോളജിക്ക് എതിരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എതിരല്ല എന്ന് തന്നെയാണ് അതിനുത്തരം. പക്ഷേ വായനക്കും സംവാദത്തിനുമുള്ള ഇടം കണ്ടെത്തണം. അതിന് തുടക്കമാകണം ഇത്തരമുള്ള വേദികൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളുടെ പല ആളുകളും പുരോഗമനകാരികളാണെന്നുള്ളൊരു നാട്യമുള്ള ആളുകളാണ്. അത് യുക്തിവാദികൾക്കടക്കമുണ്ടെന്നാണ് എൻ്റെ പക്ഷം. ഞാൻ യുക്തിവാദിയാണോ? കാരണം വീടിൻ്റെ പുറത്തു വരെയുള്ളൂ പുരോഗമനം. വീടിനകത്ത് കയറിയാൽ ചെരുപ്പ് വേറെയാണ്. അതുകൊണ്ടാണ് മലയാളികൾ 2 ചെരുപ്പ് ഉപയോഗിക്കണം. കണ്ടല്ലേ, മലയാളി 2 ചെരുപ്പ്, ഒരെണ്ണം പുറത്തും ഒരെണ്ണം അകത്തും. അവൻ്റെ സ്വഭാവമാണത്. മിക്കവാറും മലയാളികളുടെ ഒരു സ്വഭാവമുണ്ട്. പുറത്ത് വളരെ വിശാലമായ അർത്ഥത്തിൽ പുരോഗമനപരമായ കാര്യങ്ങൾ പറയുകയും അതിനുവേണ്ടി വലിയ രീതിയിൽ പ്രസംഗിക്കുകയും ചെയ്യും. അകത്ത് കയറിയാൽ അതെല്ലാം തന്നെ ഊരി മാറ്റിയിട്ട് പുതിയ ചെരുപ്പിട്ട് അകത്ത് കയറി പുതിയ രീതികളുമായി പൊരുത്തപ്പെടും. പല പുരോഗമന പ്രസ്ഥാനങ്ങളുടെയും അവസ്ഥ ഇതാ. അതുകൊണ്ടാണ് നമുക്ക് 100 വർഷത്തിനിപ്പുറവും ജാതിക്കെതിരെ സംസാരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ജാതിയില്ല എന്ന് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത്. 100 വർഷത്തെ നവോത്ഥാനത്തിൻ്റെ ചരിത്രം, മിശ്രഭോജനമാണെങ്കിലും ശ്രീനാരായണ ഗുരുവിൻ്റെ ജാതിയില്ല പ്രഖ്യാപനമാണെങ്കിലും വീണ്ടും വീണ്ടും ആചരിക്കാനും ആഘോഷിക്കാനും നമ്മൾ ബാധ്യസ്ഥരാകുന്നത് ഈ പുരോഗമനത്തിൻ്റെ ഇരട്ടമുഖമാണ്. പുരോഗമനത്തിൻ്റെ ഇരട്ടമുഖം മലയാളിക്ക് ഉപേക്ഷിക്കേണ്ട കാലം കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ മാത്രമേ നവോത്ഥാന മൂല്യങ്ങൾ, വർഗീയതയ്ക്കെതിരായിട്ടുള്ള, മതഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാകുള്ളൂ. ചെരുപ്പ് ഒന്നും ധരിച്ചാൽ മതി. ഇത്രയും പറഞ്ഞുകൊണ്ട് ചുരുക്കുന്നു അഭിവാദ്യങ്ങൾ. യുവകലാ സാഹിതി ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ഷാജി ഇടപ്പള്ളി. വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, ജബ്ബാർ മാഷിന് എതിരായുള്ള IS വധഭീഷണിക്കെതിരായ ഈ പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് ആദ്യം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് അസഹിഷ്ണുതയുടെ കാലമാണ്. ആര് എന്തു പറയണം എന്ന്, ആര് എന്ത് ഭക്ഷിക്കണം എന്ന്, ആര് എങ്ങനെ നടക്കണം എന്ന് മറ്റുള്ളവർ പറയുന്നത് പോലെ നമ്മുടെ ദിനചര്യകൾ മാറണം എന്ന പുതിയ കാലത്താണ് നാം ജബ്ബാർ മാഷിനെതിരെയുള്ള വധഭീഷണിക്കെതിരായി കൂട്ടായ്മയിലേക്ക് കടക്കുന്നത്. ഇത് അസഹിഷ്ണുത മാത്രമല്ല, നമുക്കറിയാം 2 തരത്തിലാണത് കടന്നു വരുന്നത്. ഒന്ന്, ഭരണാധികാരികൾക്ക് ഇഷ്ടമില്ലാത്തത് നമ്മൾ പറഞ്ഞാൽ അവർ നമ്മളെ ഭീകരവാദികളെന്നും ദേശദ്രോഹിയെന്നും മുദ്രകുത്തി വിവിധ നിയമങ്ങളുടെ തടവറയിലാക്കി നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. മറ്റൊന്ന്, മതങ്ങൾക്കെതിരായി, മതങ്ങളുടെ അന്ധവിശ്വാസങ്ങൾക്കെതിരായി, മതങ്ങളുടെ ചൂഷണങ്ങൾക്കെതിരായി പ്രതികരിച്ചാൽ അവർ ദേശദ്രോഹികളാകുന്നു എന്ന് മാത്രമല്ല, അവർ മതത്തിൻ്റെ വിരോധികളാകുന്നു. അവർക്കെതിരായി വധഭീഷണി വരുന്നു, അവരുടെ കൈ വെട്ടിമാറ്റുന്നു, അവരെ ഉന്മൂലനം ചെയ്യപ്പെടുന്നു. അങ്ങനെയാണ് ഗോവിന്ദ് പൻസാരെയും കൽബുർഗി അടക്കമുള്ളവർ നമുക്ക് നഷ്ടമായത്.
ആ കാലത്താണ് നമ്മൾ ജബ്ബാർ മാഷിനെതിരായിട്ടുള്ള വധഭീഷണിക്കെതിരായി ശക്തമായി പ്രതികരിക്കണം എന്ന് പറയുന്നത്. ഇവിടെ ഭരണകൂടം നിസ്സംഗതയോടുകൂടിയാണ് നോക്കി നിൽക്കുന്നത് എന്ന പക്ഷത്താണ് ഞാനും. കാരണം സമീപകാലത്തുണ്ടായിട്ടുള്ള ഏത് വിഷയമെടുത്ത് പരിശോധിച്ചാലും അതിനകത്തൊക്കെ ഭരണാധികാരികൾക്ക് ഒരു പക്ഷമുണ്ട്. ആ പക്ഷം നേരിൻ്റെ പക്ഷമല്ല അതാകുന്നു. അവിടെയാണ് നമുക്ക് അസഹിഷ്ണുത ഉണ്ടാകുന്നത്. കാരണം നേരിൻ്റെ പക്ഷത്താണ് ഭരണാധികാരികൾ നിൽക്കേണ്ടതെങ്കിൽ അവർ മതത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്നു, അവർ തങ്ങളുടെ താല്പര്യങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്നു. അത്തരം താല്പര്യങ്ങൾക്കും അവരുടെ സ്വാർത്ഥപരമായ നിലപാടുകൾക്കുമെതിരെയാണ് പുരോഗമന ആശയമുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും ഐക്യം ഉയരേണ്ടത്. ആ ഐക്യമില്ലായ്മയാണ് ഇന്നും നമുക്കെതിരായി, പുരോഗമനമായി പറയുന്നവർക്കെതിരെ, ചൂഷണം ചെയ്യുന്നവർക്കെതിരായി ആ മതഗ്രന്ഥത്തെ വളരെ കൃത്യമായി പഠിച്ച് അപഗ്രഥിച്ച് അതിൻ്റെ ന്യൂനതകൾ, അതിൻ്റെ ചൂഷണങ്ങൾ അതൊക്കെ ചൂണ്ടിക്കാട്ടുമ്പോഴാണ് ജബ്ബാർ മാഷിനെതിരെ IS വധഭീഷണി ഉയർത്തുന്നത്. എനിക്കറിയാം അബ്ദുൽ നാസർ മദനിയുടെ മതപ്രസംഗം നടക്കുമ്പോൾ കറുകപ്പള്ളിയിലും ഈ പരിസര പ്രദേശങ്ങളിലും ആ മതപ്രസംഗം കേൾക്കാൻ ഞാൻ പോകുമായിരുന്നു. കാരണം യുവജന പ്രസ്ഥാനത്തിൻ്റെ വേദികളിൽ ആ മതപ്രസംഗം കേട്ടെങ്കിൽ മാത്രമാണ് അവർക്കെതിരായി അവർ എന്താണോ പറയുന്നത് അതിനെതിരായി പറയണമെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളണമായിരുന്നു. ഖുർആൻ വിമർശന പഠനവും ബൈബിൾ വിമർശന പഠനവും ഇടവർഗിൻ്റെയും പുസ്തകങ്ങൾ വായിച്ച് നമ്മളത് മനഃപ്പാടമാക്കിയിരുന്നു. അപ്പോൾ ഒരിക്കൽ ഒരു മതപ്രസംഗം കേൾക്കാൻ ചെല്ലുമ്പോൾ ഒരു സുഹൃത്ത് വന്ന് ചോദിച്ചു, നിങ്ങൾ കൃത്യമായി വരുന്നുണ്ട്, പേരെന്താണ്, പരിചയപ്പെട്ടു. പക്ഷേ തൊട്ടടുത്ത മതപ്രസംഗ വേദി ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ്, നിങ്ങൾ ഇസ്ലാമല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു, പിന്നെന്തിനാണ് ഈ വേദിയിൽ വന്ന് നിങ്ങളിത് കൃത്യമായി കേൾക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായി വളരെ നാളുകളായി ഇത്തരത്തിൽ ബോധപൂർവമായ ഒരു ശ്രമം ഏത് മതഗ്രന്ഥത്തിന് മതത്തിൻ്റെ ഭാഗത്താണെങ്കിൽ പോലും ഇസ്ലാം മതവിശ്വാസത്തിനെതിരായി ആരെന്തു പറഞ്ഞാലും അവരെ വകവരുത്തുവാനുള്ള ശ്രമം അത് പലതരത്തിൽ അവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതിൻ്റെ തീഷ്ണതയിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 1992 ഡിസംബർ 6 ബാബറി മസ്ജിദിൻ്റെ മിനാരങ്ങൾ തകർന്നു വീണപ്പോൾ ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ ആണ് കോട്ടം തട്ടിയതെന്ന് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ വളരെ ആഴത്തിൽ വെക്കുകയും അതിനെതിരായി മനുഷ്യച്ചങ്ങലകൾ തീർത്തുകൊണ്ടാണ് പ്രതിഷേധം തീർത്തത്. പക്ഷേ ഇന്ന് അതിനേക്കാൾ അപ്പുറത്തേക്ക് തീവ്രമായ തരത്തിൽ എല്ലാ മേഖലകൾക്കും വന്നുകൊണ്ട് മതത്തിനെതിരായി വരുന്ന എല്ലാ ശ്രമങ്ങളെയും എതിർക്കുവാനും പ്രതിരോധിക്കുവാനും അവർ പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ്. അവിടെയാണ് ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തുവാനും പുതിയ തലമുറയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നീക്കങ്ങൾ നടക്കുന്നത്. ഏറ്റവും പുതുതായി ഇന്നലെ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് കേരളത്തിലും ബോധപൂർവമായ മലബാർ മേഖലക്കകത്ത് IS-ന്റെ പേരിൽ പോസ്റ്ററുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് രണ്ട് മതങ്ങൾ തമ്മിലുള്ള സംഘർഷം സൃഷ്ടിക്കുവാനും ആ മതങ്ങൾ തമ്മിലുള്ള സംഘർഷം ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ രംഗത്ത് വരുന്നവർക്കെതിരായി വീണ്ടും ക്യാമ്പയിൻ നടത്തുവാനുള്ള ശ്രമങ്ങൾ എറണാകുളത്ത് കൊച്ചിയിൽ കേന്ദ്രീകരിച്ച് നീക്കങ്ങൾ നടത്തിയതായ വിവരങ്ങളാണ് ഇന്നലെ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായി വരും നാളുകളും വളരെ കരുതലോടുകൂടി കാത്തിരിക്കേണ്ടതുണ്ട്, കരുതലോട് പൊരുതേണ്ടതുണ്ട്, ജാഗ്രതയോടുകൂടി ഇത്തരം കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾക്കകത്ത് എല്ലാവിധ പിന്തുണയും പുരോഗമന പ്രസ്ഥാനങ്ങളോടൊപ്പം ചേർന്ന് യുവകലാസാഹിത്യം ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. നന്ദി, നമസ്കാരം. അധ്യാപകനും സ്വാതന്ത്ര്യചിന്തകനുമായ ശ്രീ ആബിദ് അലി. ബഹുമാന്യരെ, സ്വതന്ത്രചിന്തകർ എന്ന ഒരു അംബ്രല്ല ടേം, അതിൻ്റെ കീഴിൽ നിൽക്കുന്ന ഈ സദസ്സിലും വേദിയിലുമായിരിക്കുന്ന ബഹുഭൂരിഭാഗം വരുന്ന ആളുകൾക്ക് ഏറെ ആശങ്ക ഉളവാക്കുന്ന ഒരു ലോക പരിസ്ഥിതിയിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുൻപേ പ്രസംഗിച്ച ആളുകൾ പറഞ്ഞു. എങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് അവകാശപ്പെടുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും അമേരിക്കയും. അമേരിക്കയിൽ അടുത്ത മാസം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ നമുക്കേറെ ആശങ്ക ഉളവാകുന്നൊരു സംഭവമുണ്ട്. മറ്റൊന്നുമല്ല, തികഞ്ഞ വെള്ളവംശീയവാദിയും പരമത വിദ്വേഷിയും അതുപോലെ തന്നെ കടുത്ത ദേശീയവാദിയുമൊക്കെ ആയിട്ടുള്ള, ദേശീയവാദം തെറ്റാണോ എന്ന് ചോദിച്ചാൽ അത്തരത്തിലല്ല ഞാൻ പറഞ്ഞത്, വളരെ വൃത്തികെട്ട അമേരിക്കൻ ദേശീയത മുഖമുദ്രയാക്കി ഉയർത്തപ്പെടുന്ന ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുമോ എന്നൊരു ആശങ്ക. ഇപ്പോൾ പുറത്തു വരുന്ന സൂചികളനുസരിച്ച് അങ്ങനെ സംഭവിക്കില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. അത് അന്തർദേശീയ തലത്തിലെ കാര്യം. സംഘപരിവാർ എന്ന് നമ്മൾ വിളിക്കുന്ന
ഹിന്ദു വർഗീയത മുഖമുദ്രയാക്കിയ ഒരു വിഭാഗത്തിൻ്റെ പ്രത്യയശാസ്ത്രം വിഭാവനം ചെയ്യുന്ന ഒരു ഭരണകൂടം രാജ്യത്ത് നിലനിൽക്കുന്നു. കേരളത്തിൽ ഒരു പുരോഗമനപരമായിട്ടുള്ള പ്രത്യയശാസ്ത്രം മുറുകെ പിടിക്കുന്ന ഒരു ഭരണമാണ് നിലവിലുള്ളത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഈ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നമ്മുടെ എല്ലാം സഹയാത്രികനായിട്ടുള്ള ശ്രീ E.A. ജബ്ബാറിനെതിരെ വന്നിട്ടുള്ള വധഭീഷണിയെ നോക്കിക്കാണുന്നത്. ഞാനൊരു അധ്യാപകനാണെന്ന് എന്നെ പരിചയപ്പെടുത്തിയ ആൾ സൂചിപ്പിച്ചുവല്ലോ. എന്തുകൊണ്ട് ഇതുപോലുള്ള വധഭീഷണികൾ സ്വതന്ത്ര ചിന്തകർക്കെതിരെ ഉണ്ടാകുന്നു? ജബ്ബാർ മാഷ് തൻ്റെ യുക്തിവാദ പഠനങ്ങളും പ്രസംഗങ്ങളും കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് 3 ദശാബ്ദങ്ങളെങ്കിലും ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതിനു മുൻപ് അദ്ദേഹത്തിനെതിരെ ആക്രമണങ്ങളോ വധഭീഷണികളോ ഉണ്ടായിട്ടില്ലെന്നല്ല. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ട് ഞാൻ മൂവാറ്റുപുഴക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഒന്ന് ഞെട്ടി. അപ്പോൾ പറഞ്ഞു, അവിടെ അടുത്ത് തൊടുപുഴ എന്നുള്ള സ്ഥലത്ത്, മൂവാറ്റുപുഴയിൽ നിന്നും 20 കിലോമീറ്റർ അകലെയുള്ള തൊടുപുഴ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് എനിക്ക് പണ്ട് വലിയൊരു മർദ്ദനമേറ്റത്. അദ്ദേഹത്തിൻ്റെ കവിൾ ചെന്നിയൊക്കെ അടിച്ച് പൊളിച്ച് ഒരു സംഭവം ഉണ്ടായത്. സിദ്ദിഖ് തൊടുപുഴ എന്ന് പറയുന്ന ഞങ്ങളുടെ മറ്റൊരു സുഹൃത്ത് അദ്ദേഹത്തെ ഒരു സംവാദത്തിന് വേണ്ടി വിളിച്ചുകൊണ്ട് പോവുകയും അവിടെ വളരെ വളരെ സമാധാനപരമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് ഈ സംവാദം നടക്കുമെന്ന് ഉറപ്പ് നൽകുകയും സംഘാടകർ ചെയ്തിട്ടും ആ സംവാദത്തിൽ തീർച്ചയായിട്ടും എതിർപക്ഷം അവർ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്നു എന്ന ഒരവസ്ഥ വന്നപ്പോൾ അദ്ദേഹത്തെ കായികമായി മർദ്ദിച്ചു. പിന്നെ എന്തുകൊണ്ടാണ് 30 വർഷത്തിന് ശേഷം 2016 ഇതുപോലെ? കാരണമുണ്ട്. വിവരസാങ്കേതികതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇൻ്റർനെറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഇതുപോലുള്ള ഒരു സദസ്സിൽ പ്രസംഗിച്ചതിനേക്കാളും ഏറ്റവും അപകടകരമാണ് നമ്മൾ ഇൻ്റർനെറ്റിൽ ഒരു കാര്യം പോസ്റ്റ് ചെയ്യുന്നത്. ജബ്ബാർ മാഷിൻ്റെ വീഡിയോകൾ യൂട്യൂബിൽ ലഭിക്കുന്നു, ബ്ലോഗിലൂടെ അദ്ദേഹം നിരന്തരം എഴുതുന്നു, അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. തീർച്ചയായിട്ടും ഇതൊക്കെ വായിച്ച് എല്ലാ ആളുകളും അങ്ങ് യുക്തിവാദികളായി പോയി എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതല്ലെങ്കിൽ നമ്മളുടെ ചില ചൂടൻ വാർത്തകളൊക്കെ വൈറലാകുന്ന പോലെ ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളോ രവീന്ദ്രൻ മാഷിൻ്റെ പോസ്റ്റുകളോ വിശ്വനാഥ് ഡോക്ടറിൻ്റെ വീഡിയോ ഒന്നും വൈറലാകുന്നതെന്നും എനിക്ക് വിശ്വാസമില്ല. ജബ്ബാർ മാഷിൻ്റെ ഒരു വീഡിയോ കാണുകയായിരുന്നു, ദ റാഷണൽ ബിഹൈൻഡ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാമിലെ യുക്തി, ഇസ്ലാം പറയുന്ന അവകാശപ്പെടുന്ന യാതൊരു യുക്തിയും ഇസ്ലാമിലില്ല എന്ന് വെൽ റിസർച്ച്ഡ് ആയിട്ടുള്ളൊരു തീസിസാണ്. ഇതൊരു പ്രസംഗമല്ല, അതൊരു തീസിസ് അവതരണമാണ്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെ വളരെ ലോജിക്കലായിട്ട് നേരിടുവാൻ ഭയപ്പെടുന്ന നിസ്സഹായരായ പരാജയഭീതി പൂണ്ട എതിരാളികൾക്ക് പിന്നെ മറ്റു മാർഗമില്ല. അവർക്ക് അദ്ദേഹത്തെ വകവരുത്തി കളയേ മാർഗമുള്ളൂ. ഇവിടെ എനിക്ക് മുൻപേ പ്രസംഗിച്ച ഒരു പ്രാസംഗികൻ ഞാൻ ഒരു കാര്യം സംസാരിച്ചു, മുഹമ്മദ് ഖാൻ ചേട്ടനാണെന്ന് തോന്നുന്നു. ഖാൻ ചേട്ടൻ പറഞ്ഞു, ഞാൻ ഞെട്ടിപ്പോയി, ജബ്ബാർ മാഷ് കൊല്ലപ്പെടുകയാണെങ്കിൽ പോലും ഇത് നമ്മൾ തുടർന്നുകൊണ്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ അദ്ദേഹം കൊല്ലപ്പെടുമെന്ന് സമ്മതിക്കുകയാണോ? എങ്കിൽ ഞാനിതാ ഓടാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. കാരണം ജബ്ബാർ മാഷ് ഒരു പ്രതീകമാണ്. ജബ്ബാർ മാഷ് പോലുള്ളൊരു സ്വതന്ത്ര ചിന്തകൻ അതുപോലത്തെ വലിയൊരു വിധി അദ്ദേഹത്തിന് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇഫ് ഹീ സ്കിൽഡ് വിൽ ബി ക്രിപ്പിൾഡ്. നമ്മൾ തറവാദം പിടിച്ചു പോയി. പിന്നെ നമുക്കൊന്നും ഇതുപോലത്തെ ഒരു വേദിയിൽ സംസാരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ വരും. ഇവിടുത്തെ സംസ്ഥാനം ഭരിക്കുന്ന ഭരണകക്ഷിയെക്കുറിച്ച് പറഞ്ഞു. എനിക്ക് മുൻപ് പ്രസംഗിച്ച ആൾ ചില വലിയ നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ശരിയാണ്. പക്ഷേ അതൊക്കെ ഉപരിപ്ലവമല്ലേ എന്ന് ചോദിച്ചു. 2-3 കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ പത്രം വായിക്കുന്ന ആൾക്കാരാണ്. കെ ശൈലജ ടീച്ചർ, വളരെ ആർജവമുള്ള നമ്മുടെ ആരോഗ്യമന്ത്രി, യോഗയുമായി ബന്ധപ്പെട്ട ഒരു ദിനത്തിൽ അദ്ദേഹം ഒരു കീർത്തനം കേട്ടപ്പോൾ അവരുടെ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. കീർത്തനം കേൾക്കുമ്പോൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതാണോ മികവ് എന്നുള്ളതല്ല, സർക്കാരിൻ്റെ പരിപാടിയിൽ, ഭരണഘടനാപരമായിട്ടുള്ള ഒരു പരിപാടിയിൽ കീർത്തനം ആലപിക്കുന്നതിൽ അസ്വസ്ഥത അവർ പ്രകടിപ്പിക്കുകയും വിവാദമുണ്ടായപ്പോഴും തൻ്റെ ആശയത്തിൽ അവർ അടിയുറച്ചു നിൽക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് സർക്കാർ പരിപാടികളിൽ നിലവിളക്ക് വേണ്ട എന്നും അതുപോലെ ഈശ്വര പ്രാർത്ഥന വേണ്ട എന്നും ഒക്കെ ഒരു മന്ത്രി പറഞ്ഞത്. പക്ഷേ എനിക്കൊരു സംശയം തോന്നുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം തന്നെ കൃത്യമായും ഭൂരിപക്ഷ വർഗീയവാദികളെ ചൊടിപ്പിക്കുന്ന, അവർക്ക് അലോസരമുണ്ടാക്കുന്ന ഇത് മാത്രമായ പ്രസ്താവനകൾ ഏകപക്ഷീയമായിട്ട് മാത്രമാണോ ഇവിടെ ഉണ്ടാകുന്നത്? ഞാൻ ആലോചിച്ചു പോവുകയാണ്, എൻ്റെ ഒരു ഇമാജിനേഷനാണ്. ഈ ശൈലജ ടീച്ചർ ഒരു പൊതു പ്രസംഗത്തിൽ വെളിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് ഈ സമയം, ഇവിടെ ഈ സമയത്താണല്ലോ നമ്മുടെ പൊതു സമ്മേളനങ്ങൾ നടക്കുന്നത്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ആരാധനാലയത്തിൽ നിന്ന് മഗ്രിബിൻ്റെ സമയത്ത്, അതായത് സന്ധ്യാപ്രാർത്ഥനയുടെ ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്കും ഏത് പാർട്ടിക്കാരാവട്ടെ, ഈവൻ BJP-ക്കാർ പോലും അപ്പം നിർത്തും. 5 മിനിറ്റ്
മിനിമം 5 മിനിറ്റ് ആ ബാങ്കുണ്ട്. 5 മിനിറ്റ് വളരെ അവരെല്ലാവരും ഇങ്ങനെ മാറി നിൽക്കും. ആ പ്രസംഗത്തിൻ്റെ ടെമ്പോ പോലും ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. ഞാൻ ചോദിക്കുകയാണ്, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് കൊടി പിടിക്കാതെ, ഇതൊരു മതേതര രാജ്യമാണ്, ഭരണഘടന ഒരു മതത്തെയും കൂട്ടു നിൽക്കുന്നില്ല. അതുകൊണ്ട് ഒരു ആരാധനാലയത്തിൽ നിന്നുണ്ടാകുന്ന പ്രാർത്ഥനാ വിളി കേൾക്കുമ്പോൾ ഞങ്ങൾ പ്രസംഗം നിർത്താതെ മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവം ഈ മന്ത്രിമാർ കാണിക്കുമോ? കാണിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ സുധാകരനെ പോലുള്ള മന്ത്രിമാർ നിലവിളക്കിൻ്റെ കാര്യം പറയുമ്പോഴും ഒരു പ്രത്യേക കക്ഷിയെ, ഒരു പ്രത്യേക സമൂഹത്തെ ഒന്ന് പ്രീണിപ്പിക്കാൻ, ഒന്ന് ഇക്കിളിപ്പെടുത്തുവാനല്ലേ എന്ന് ഒരാൾ സംശയിച്ചു പോയാൽ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഇവിടുത്തെ ഇസ്ലാമിക വർഗീയവാദികളെ ശക്തമായി നേരിടുന്ന പ്രസ്താവനകൾ ഒരു 5 വർഷം മുമ്പ് പിണറായി വിജയൻ്റെ വായിൽ നിന്ന് മാത്രമാണ് ഞാൻ കേട്ടത്. മുടിയുമായി ബന്ധപ്പെട്ട് കാന്തപുരം മുടി വേസ്റ്റാണ്, നഖം വേസ്റ്റാണ്, അത് ആരുടേതായാലും എന്ത് തിരുശേഷിപ്പാണെങ്കിലും മരിച്ചയാളുടെ നഖവും മുടിയൊക്കെ വേസ്റ്റാണ് എന്ന ഒരു ആർജവത്തോടെ നിലപാട് കേട്ട ശേഷം പിന്നെ കേട്ടിട്ടില്ല. 1980-കളിൽ നമ്മൾ നിലപാട് കേട്ടിരുന്നു. ശരിയത്ത് നിയമം വന്നപ്പോൾ ഷാബാനു ബീഗം കേസിൽ വളരെ ഞാനന്ന് കുട്ടിയാണെങ്കിൽ പോലും വളരെ ആർജവത്തോട് ഇത് ഷാബാനു ബീഗത്തിൻ്റെ ഭാഗമാണ് ന്യായമെന്ന് സഖാവ് EMS നമ്പൂതിരിപ്പാട് പറഞ്ഞ ശേഷം ഇത്തരം ആർജവത്തോടുള്ള നിലപാടുകൾ ഇവിടുത്തെ ഭരണകൂടങ്ങൾക്ക് എടുക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അശക്തരാണ്. നമ്മൾക്ക് എങ്ങനെയാണെങ്കിൽ ഇത്തിരി വധഭീഷണി നേരിടാൻ കഴിയുക? പക്ഷേ വധഭീഷണി നേരിടാൻ ഇവിടുത്തെ ഭരണകൂടം ശ്രമിച്ചാൽ സാധിക്കും. ഞാൻ ഓർക്കുകയാണ്, ഒരു വർഷം മുമ്പ് ലുലു മാളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഒരു വിരുദ്ധൻ ഫോൺ ചെയ്ത് പറഞ്ഞു. ലുലു മാളിൽ ബോംബ് വെച്ചിട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ലുലു മാൾ നിങ്ങൾക്കറിയാലോ ഇപ്പോഴും തിരക്കുള്ള സ്ഥലമാണ്. 48 മണിക്കൂറിനകം കടുത്ത ബുദ്ധിപ്രയോഗത്തിലൂടെ കേരള പോലീസ് ആ പ്രതിയെ കുടുക്കി. ഒരു ഹോക്സ് കോള്, ഒരു സൈബർ ക്രൈമായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നൊരു കോളാണ്. ഫേസ്ബുക്കിൽ ബാൽ താക്കറെക്കെതിരെ പോസ്റ്റ് ഇട്ട 2 പെൺകുട്ടികളെ മഹാരാഷ്ട്ര ഗവൺമെൻറ് 24 മണിക്കൂറിൽ അറസ്റ്റ് ചെയ്തു. ചില പ്രത്യേക സിനിമകൾ അപ്ലോഡ് ചെയ്യുന്ന ആളുകളെ സൈബർ പോലീസ് കൊടുക്കുന്നു. അപ്പോൾ ഇത്തരം ബ്ലോഗുകൾ, അപകടകരമായിട്ടുള്ള ബ്ലോഗുകളിലൂടെ ഇതുപോലത്തെ ഹെയ്റ്റ് മെയിലിടുന്ന, ഹെയ്റ്റ് പോസ്റ്റുകൾ ഇടുന്ന തീവ്രവാദ മനസ്സുള്ള, തീവ്രവാദ സ്വഭാവമുള്ള ആളുകളെ പിടിക്കുവാൻ നമ്മുടെ ഭരണകൂടത്തിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ സാധിക്കും. പക്ഷേ പൻസാര കൊല്ലപ്പെടുമ്പോൾ, ധാബോൽക്കർ കൊല്ലപ്പെടുമ്പോൾ, ജബ്ബാർ മാഷിനെതിരെ വധഭീഷണി വരുമ്പോൾ ഇവിടുത്തെ ഭൂരിപക്ഷ മനസ്സും ന്യൂനപക്ഷ മനസ്സും, ഭൂരിപക്ഷ വർഗീയവാദികളും ന്യൂനപക്ഷ വർഗീയവാദികളും അവർ പരസ്പരം പറയുന്നൊരു കാര്യമുണ്ട്: ഒരു യുക്തിവാദിയല്ലേ, ഒരു നിരീശ്വരവാദിയല്ലേ, അവൻ കൊല്ലപ്പെട്ടാലും കുഴപ്പമില്ല. എൻ്റെ സുഹൃത്തും ഞങ്ങളുടെയൊക്കെ ഒരു വഴികാട്ടിയുമൊക്കെ ആയിട്ടുള്ള രവിചേട്ടൻ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞൊരു കഥ ഞാൻ ഓർക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ ശ്രീരാമസേന എന്ന് പറയുന്ന ഒരു സംഘപരിവാറിൻ്റെ ഒരു കടലാസ് സംഘടന, ചില കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാവും. അതിനുശേഷം ഞങ്ങൾ BJPയുടെയോ അല്ലെങ്കിൽ RSSൻ്റെ ഭാഗമല്ല എന്നവർ പറയുന്ന ഒരു സംഘടന. ആ സംഘടന ബിയർ പബ്ബുകളിൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ച് പോയിരുന്ന് ബിയർ അടിച്ചപ്പോൾ അവരെയൊക്കെ അടിച്ചോടിച്ചു ആ സംഘടന. പിറ്റേ ദിവസം പത്രത്തിൽ വാർത്ത വന്നു. അപ്പോൾ രവിചേട്ടൻ ആ സമയത്ത് എൻ്റെ നാടായ കിഴക്കേക്കരയിൽ, മൂവാറ്റുപുഴ കിഴക്കേക്കരയിൽ ചായ കുടിക്കാൻ വന്നു. ആ ചായ കുടിക്കാൻ വരുന്ന ചായക്കട ഒരു നാട്ടു ചായക്കടയാണ്. അവിടെ സംവാദങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. വലിയ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, രാഷ്ട്രീയമാണ്. അപ്പോൾ അവിടെ കൂടുതൽ ആളുകൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർ അഭിപ്രായപ്പെട്ടൊരു കാര്യം, എന്തായാലും വേണ്ടില്ല, അവന്മാർ ചെയ്ത് നന്നായി, ഹനുമാൻ സേനയെങ്കിൽ ഹനുമാൻ സേന, ശ്രീരാമസേനയെങ്കിൽ സേന, കള്ളു കുടിക്കാൻ പെണ്ണുങ്ങൾ പോയേക്കണം, അവളുമാരെ അടിച്ചോടിച്ച് നന്നായി എന്ന് പറയുന്നത്. ഇങ്ങനൊരു മനോഭാവമാണ്. ജബ്ബാർ മാഷിനെ പോലെ ആളുകൾ സോഫ്റ്റ് ടാർഗറ്റാണ് ISൻ്റെ ഈ സ്ലീപ്പർ സെല്ലുകൾക്ക്. ISൻ്റെ സ്ലീപ്പർ സെല്ലുകൾക്ക് ശശികല ടീച്ചറിനെതിരെ ഇതുപോലെ ഒരു വധഭീഷണി കൊടുക്കാനുള്ള ശേഷിയുണ്ടോ? രാഹുൽ ഈശ്വറിനെ പോലുള്ള ഒരു ഡിപ്ലോമാറ്റിക് വർഗീയവാദിക്കെതിരെ ഒരു ഹെയ്റ്റ് മെയിൽ അയക്കാനുള്ള ആർജവമുണ്ടോ? K. സുരേന്ദ്രനെതിരെ, അല്ലെങ്കിൽ ഇവിടെ ഇന്ത്യ രാജ്യം മുഴുവൻ നടന്ന മുസ്ലിം വിരുദ്ധ മനോഭാവം വിഷവും പുലർന്ന പ്രവീൺ തൊഗാഡിയെ പോലൊരാൾക്ക് ഒരു ഇമെയിൽ സന്ദേശം അയക്കാനുള്ള ആർജവമുണ്ടോ? ഇല്ല. കാരണം ജബ്ബാർ മാഷ് ഒരു സോഫ്റ്റ് ടാർഗറ്റാണ്. ജബ്ബാർ മാഷ് ഒരു സോഫ്റ്റ് ടാർഗറ്റ് ആയതുകൊണ്ട് അബിദലിയും പേടിക്കുന്നത് ഞാനും ഒരു സോഫ്റ്റ് ടാർഗറ്റാണ്. അപ്പോൾ ഈ സോഫ്റ്റ് ടാർഗറ്റ് നമുക്കറിയാലോ. ഇവിടെ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും വിളമ്പുന്നത്, ഞാൻ അധികം സമയം എടുക്കുന്നില്ല, 2 മിനിറ്റ് കൂടി. ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ചും ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളെക്കുറിച്ചും ഞാൻ മലയാളത്തിൽ വായിക്കുന്നത് എവിടെ നിന്നാണെന്നറിയാമോ? മാധ്യമം എന്നൊരു പത്രത്തിൽ നിന്നാണ്. മാധ്യമപത്രം വായിക്കാറുള്ളവർക്കറിയായിരിക്കാം. ആ പത്രത്തിലാണ് ഏറ്റവും കൂടുതൽ
ഈ ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ചും മതേതര മൂല്യങ്ങളെക്കുറിച്ചും പിന്നാക്ക ജനവിഭാഗത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചുമൊക്കെ ഞാൻ വായിക്കുന്നത്. വലിയ കാപട്യാണ്, നമുക്കറിയാം. നമ്മളെ വിഷയം അതല്ലാത്തതുകൊണ്ട് കിടക്കുക. പക്ഷേ നേരത്തെ നീലകണ്ഠൻ സാർ സൂചിപ്പിച്ച പോലെ ഉന്നതമായൊരു ജനാധിപത്യ സാംസ്കാരിക പരിസരം യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് രൂപപ്പെടാൻ വേണ്ടിയുള്ള ഒരു ഇച്ഛാശക്തിയോടുകൂടിയല്ല അവരൊക്കെ പേന എഴുതുന്നത്. പകരം ഇവിടെ തങ്ങളുടെ മതത്തിന് നിലനിൽക്കണം എന്നുള്ള ഒരൊറ്റ സ്വാർത്ഥനിഷ്ഠമായിട്ടുള്ളൊരു ആവശ്യമാണ്. സംഘപരിവാർക്കെതിരെയുള്ള എല്ലാ തരത്തിലുള്ള അന്വേഷണങ്ങളും എല്ലാ തരത്തിലും ഇപ്പോൾ അമൃതാനന്ദമയി ഞാൻ ആയിരിച്ച് സംസാരിക്കുകയല്ല, എങ്കിലും ഗെയിൽ ട്രെഡ്വെല്ലിൻ്റെ വിശുദ്ധ നരകം പോലുള്ളൊരു ഗ്രന്ഥത്തെ കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ കൈരളി ടി വിയിൽ അത് നമ്മുടെ ബ്രിട്ടാസിൻ്റെ ഇൻ്റർവ്യൂ വരുമ്പോൾ അതൊക്കെ എന്താ ആനന്ദമാണെന്നറിയാം ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾക്ക്. എത്രമാത്രം ആർജവത്തോടു കൂടിയാണോ മാധ്യമത്തെ പോലൊരു പത്രമൊക്കെ അത് എഴുതുന്നത്. തീർച്ചയായിട്ടും എഴുതിക്കോട്ടെ, പക്ഷെ മറിച്ച് ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ കാര്യം വരുമ്പോൾ അവരവരുടെ ഭ്രംശങ്ങൾ പുറത്തു കാണിക്കും. നമുക്ക് ഈ സാംസ്കാരിക ഫാഷിസവും ഇത്തരത്തിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റം പുതിയ കാര്യമല്ല. ഇതൊരു വധഭീഷണി നമുക്കൊരു പുതിയ കാര്യമല്ല. എങ്കിൽ പോലും നമ്മൾ ജാഗരൂകരാവേണ്ട ഒരു സമയമായിരിക്കും എന്നുള്ള ഒരവസ്ഥ വന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ അവകാശങ്ങളോട് പ്രതിബദ്ധതയുള്ള ആളുകളാണ് ഇവരൊക്കെ എങ്കിൽ നിശ്ചയമായിട്ടും ഒരൊറ്റ ശബ്ദമാണെങ്കിൽ പോലും ഞാൻ പറയുന്ന അഭിപ്രായം 120 കോടിയിൽ പരം ജനങ്ങളുള്ള ഈ രാജ്യത്ത് എൻ്റെ മാത്രം അവകാശമാണെങ്കിലും അത് ബാക്കി 120 കോടിയിൽ നിന്നും ഒന്ന് കുറച്ചിട്ടുള്ള ബാക്കി മുഴുവൻ മനുഷ്യർക്കും ഒഫൻസീവായിട്ട് തോന്നുകയാണെങ്കിൽ പോലും സൽമാൻ റഷ്ദി ഞാൻ ഓർത്തു പോവുകയാണ്, നോബഡി ഹാസ് എ റൈറ്റ് നോട്ട് ടു ഗെറ്റ് ഒഫൻഡഡ്. അങ്ങനെ ഒരു അവകാശത്തെക്കുറിച്ച് ഞാൻ ഒരിടത്തും വായിച്ചില്ലെന്ന് റഷ്ദി പറയുന്നു. എന്നുവെച്ചാലാണ് എനിക്ക് ഞാൻ ഒരിക്കലും ഒഫൻഡഡ് ആകില്ല എന്നെ അങ്ങനെ ഒരു ഉറപ്പ് നൽകുന്ന ഒരു നിയമം ഒരു ഭരണഘടനയിലും ഒരു ജനാധിപത്യ രാജ്യത്തും ഇല്ല. ലണ്ടനിൽ വലിയ സുരക്ഷിതത്വത്തിൻ്റെയൊക്കെ തടവറയിൽ ഇരുന്നുകൊണ്ട് ഒരുപക്ഷെ സൽമാൻ റഷ്ദിക്ക് അങ്ങനെ പറയാൻ സാധിക്കും. അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കണം. അത് മതത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഏത് തരത്തിലുള്ള കാര്യത്തിൽ, അത് സൗന്ദര്യശാസ്ത്രപരമായ കാര്യത്തിലാണെങ്കിലും. ഇപ്പം നമുക്കറിയാം, നമ്മുടെ സ്ലം ഡോഗ് മില്യണർ എന്ന സിനിമ റിലീസായപ്പോൾ ഇന്ത്യക്കാർ ഒഫൻഡഡ് ആയി എന്ന് പറയുന്നു. കാരണം ഇന്ത്യയുടെ ആ വൃത്തിഹീനതയൊക്കെ മാർക്കറ്റ് ചെയ്ത് ഇന്ത്യ അവമാനിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഈസ്തെറ്റിക് ആയിട്ടുള്ള കാര്യത്തിലാണെങ്കിലും കൾച്ചറലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും സർവോപരി കൾച്ചറും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി നിർത്താം. റിലീജിയൻ്റെ കാര്യത്തിൽ ഒരു സമൂഹം ജനാധിപത്യപരമായി പരുവപ്പെട്ടു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ മതവിമർശം എങ്ങനെ സ്വീകരിക്കപ്പെടുന്നു. അതാണ് അതിൻ്റെ ഉരകല്ലെന്ന് പറയുന്നത്. ഒരു സമൂഹം തികഞ്ഞ ജനാധിപത്യ മൂല്യബോധത്തിൽ എങ്ങനെ പരുവപ്പെട്ടു എന്നുള്ള ഒരു ഉരകല്ലെന്ന് പറയുന്ന അവിടെ മതവിമർശനം എങ്ങനെ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച് തീർച്ചയായിട്ടും ആ ഒരു ഉരകല്ലിൻ്റെ പരീക്ഷണശാലയിൽ നമ്മുടെ രാജ്യം വല്ലാതെ പരാജയപ്പെടുന്നു. കാതങ്ങൾ ഈ ഒരു വേളയിൽ നമുക്ക് മുന്നോട്ട് പോകുവാനുണ്ട്. നമ്മുടെ വിഷയം ശ്രീ E.A. ജബ്ബാർ മാഷിനെതിരെയുള്ള ഒരുപക്ഷെ നടപ്പിലാകുവാൻ ശേഷിയുള്ള വളരെ സംഘടിതമായിട്ടുള്ള, നമുക്ക് ഇന്നലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിരോധ സേന തീർത്ത പോലെ പ്രതിരോധ സേന തീർക്കാനുള്ള ആൾബലമില്ല, എല്ലായ്പ്പോഴും കാണുന്ന കുറേ മുഖങ്ങളുള്ളൂ. പക്ഷേ ഏതൊരു അസംഘടിതന് പോലും തൻ്റെ അഭിപ്രായം പറയാൻ കഴിയുന്ന തരത്തിലേക്ക് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു മൂല്യബോധ സംസ്കാരം ഇവിടെ പരുവപ്പെടണമെന്നുള്ള ഒരു എന്താ പറയുന്നത്, അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ നമുക്ക് ആർജവത്തോടെ നമ്മുടെ പരിശ്രമങ്ങൾ തുടരാം. ജബ്ബാർ മാഷിന് ഐക്യദാർഢ്യം നമുക്ക് പ്രഖ്യാപിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അമൃതാനന്ദമയി ദിവ്യ അവതാരമോ എന്നൊരു പുസ്തകം എഴുതുക വഴി അമൃതാനന്ദമയി ഭക്തരുടെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന യുക്തിവാദിയായ എഴുത്തുകാരനായ A.T. ഋഷികുമാറിനെ ക്ഷണിച്ചോളൂ. പ്രിയമുള്ളവരെ, പ്രശസ്ത യുക്തിവാദിയായ E.A. ജബ്ബാറിന് അന്താരാഷ്ട്ര മുസ്ലിം ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന IS സംഘടനയിൽ നിന്നും വധഭീഷണി ഉണ്ടായത് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഈ യോഗം ചേർന്നിരിക്കുന്നത്. ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം തുടങ്ങാമെന്ന് തോന്നുന്നു. ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസം കേരള യുക്തിവാദ സംഘത്തിൻ്റെ മുഖപത്രമായ യുക്തിരേഖ ഒരു ഇസ്ലാമിക് തീവ്രവാദ പതിപ്പിറക്കി. ഇസ്ലാമിക് തീവ്രവാദത്തെ പറ്റി ഒരു സ്പെഷ്യൽ പതിപ്പിറക്കണമെന്ന് രാജഗോപാൽ ഭാഗത്താരും എന്നോട് പറഞ്ഞു. പക്ഷേ എന്നോടൊരു ലേഖനം വേണമെന്ന് പറഞ്ഞില്ല. എന്നാൽ അതിൽ ഉള്ള മുഖ്യ ലേഖനം എൻ്റേതാണ്. അതൊരു പ്രത്യേക സാഹചര്യമാണ്.
യുക്തിരേഖ ഒരു സ്പെഷ്യൽ പതിപ്പിറക്കുക, ഇസ്ലാമിക് തീവ്രവാദത്തെ പറ്റി ഒരു സ്പെഷ്യൽ പതിപ്പിറക്കണമെന്ന് തീരുമാനിക്കുകയും കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ഫാസിസ്റ്റ് വിരുദ്ധ എഴുത്തുകാരോട് അത് സംബന്ധിച്ച് ലേഖനം എഴുതുകയും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വളരെ സൗകര്യപൂർവ്വം അവരെല്ലാം മാറിക്കളഞ്ഞു. വളരെ സൗകര്യപൂർവ്വം അവരെല്ലാം മാറിക്കളഞ്ഞു. ചിലർക്ക് തിരക്കാണ്, ചിലർക്ക് വേറെ ചില കാര്യങ്ങൾ എഴുതാനുണ്ട്, ചില സ്ഥലത്തില്ല, അങ്ങനെ 100 കാര്യങ്ങൾ പറഞ്ഞ് അവരെല്ലാം മാറിക്കളഞ്ഞു. അങ്ങനെ അവസാനം മാസിക ഇറക്കാൻ സമയമായപ്പോൾ ഒരു ലേഖനം വിൽക്കാവുന്നപ്പോഴാണ് എന്നോട് പറഞ്ഞ് ഒരു ലേഖനം എഴുതി തരാൻ പറഞ്ഞത്. അങ്ങനെയാണ് എൻ്റെ ലേഖനം അത് പറഞ്ഞത്. ഇപ്പോൾ ഈ സമ്മേളനം ഒരു ഹിന്ദു തീവ്രവാദത്തിനെതിരെയുള്ള സമ്മേളനമായിരുന്നു. ഹാൾ നിറഞ്ഞ് വെളിയാളെ ഇന്നലെ. അതേസമയം ഇസ്ലാമിക് തീവ്രവാദത്തെ പറ്റിയുള്ള സമ്മേളനത്തിൽ പങ്കെടുത്തു, അവിടെ കേൾക്കാൻ പോയിരുന്നു എന്ന് പറയാൻ പോലും ആൾക്കാർക്ക് ഭയമാണ്. കഴിഞ്ഞ വർഷം എന്നോട് എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു പ്രസാധകനാണ്, ഞാനിങ്ങനെ തിരുവല്ല ടൗണിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുക, എൻ്റെ വീട് തിരുവല്ലയിലാണ്. അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, എടാ നീ എനിക്കൊരു പുസ്തകം എഴുതാം. നമ്മൾ തരാമല്ലോ, ഒരു ഇസ്ലാമിക് ഫാസിസത്തെ പറ്റി പുസ്തകം എഴുതണം. പെട്ടെന്ന് അവൻ്റെ മുഖം വിരണ്ടു. എനിക്ക് കുറച്ചു നാളും കൂടെ ജീവിക്കണം, നീ വല്ല ഹിന്ദു ഫാസിസത്തെ പറ്റി എഴുതാം, ഞാൻ പ്രസിദ്ധീകരിക്കാവുന്നതാണ്. കാരണം ഇസ്ലാമിക് ഫാസിസത്തെ പറ്റി ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കേണ്ട ഒരു പ്രസാധക ഭയമാണ്. കേരളത്തിലെ ഒരു പ്രതിപക്ഷം 100 മനുഷ്യരെ പോലും ഹിന്ദു തീവ്രവാദികൾ കൊല്ലുന്നില്ല. ഞാൻ ഒരു കണക്ക് പറയാം, പ്രതിപക്ഷം 100 തീവ്രവാദികൾ കൊല്ലുന്നില്ല. ഇന്ത്യയിൽ പ്രതിപക്ഷം ഒരു 100 മനുഷ്യരെ പോലും ഹിന്ദു തീവ്രവാദികൾ കൊല്ലുന്നില്ല. അതേസമയം സിറിയയിലും ഇറാഖിലുമായി 2 ലക്ഷം മനുഷ്യരെ കൊന്നു കഴിഞ്ഞു IS. ഐക്യരാഷ്ട്രസഭയുടെ കണക്കാണ്. ലോകത്തെമ്പാടുമായി പ്രതിവർഷം 10,000-കണക്കിന് മനുഷ്യരെയാണ് ഇസ്ലാമിക് ഫാസിസ്റ്റ് കൊല്ലുന്നത്. ലാറ്റിൻ അമേരിക്കയിലെ രാഷ്ട്രീയത്തെപ്പറ്റി ഇവിടെ ചർച്ച ചെയ്യുന്ന ബുദ്ധിജീവികൾ, യൂറോപ്പിലെ രാഷ്ട്രീയത്തെപ്പറ്റി സംസാരിക്കുന്ന ബുദ്ധിജീവികൾ, ആഗോളവൽക്കരണത്തെപ്പറ്റി സംസാരിക്കുന്ന ബുദ്ധിജീവികൾ, അവരെല്ലാം പക്ഷേ IS-ൻ്റെയോ അൽഖയ്ദയുടെയോ താലിബാൻ്റെയോ നിഷ്ഠൂരമായ മനുഷ്യത്വ ഹത്യയെപ്പറ്റി ഒരക്ഷരം പോലും സംസാരിക്കുന്നില്ല. കാരണം എന്താണ്? ഭയമാണ്. ഭയമാണ് ബുദ്ധിജീവികൾക്ക്, രാഷ്ട്രീയ നേതാക്കൾക്ക് ഭയമാണ്. ഇതേപ്പറ്റി സംസാരിച്ചാൽ അവരെ കഴുത്തിറക്കുമെന്നുള്ള കാര്യം അവർക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത RSSനെ പറ്റിയും ഹിന്ദു തീവ്രവാദത്തെ പറ്റിയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ വലിയ പുസ്തകങ്ങൾ, ടൺ കണക്കിന് പുസ്തകങ്ങൾ എഴുതാം, ബുദ്ധിയെന്ന പരിവേഷം കിട്ടും, സമൂഹത്തിൽ മാന്യതയും കിട്ടും. പക്ഷേ ഇസ്ലാമിക് തീവ്രവാദത്തെ പറ്റി സംസാരിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ജബ്ബാർ മാഷിൻ്റെ അവസ്ഥയിലാണ്. ജബ്ബാർ മാഷിൻ്റെ അവസ്ഥയിലേക്ക് വരും. ഇത് കൃത്യമായി ബോധ്യമുള്ളവരാണ്. ഈ കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പ് കേരളത്തിലെ ഒരു വലിയ പുരോഗമന സാഹിത്യ സംഘത്തിൻ്റെ മീറ്റിംഗ്, ജില്ലാ സമ്മേളനം തിരുവല്ല YMCAയിൽ നടന്നു. അപ്പോൾ എന്നെ പ്രസംഗിക്കാൻ, യുക്തിവാദ സംഘത്തെ പ്രതിനിധികളിലേക്ക് എന്നെയും പ്രസംഗിക്കാൻ വിളിച്ചു. അപ്പോൾ എനിക്ക് അത്ഭുതം, അവിടെ ആ മീറ്റിങ്ങിൽ പ്രസംഗിക്കുന്ന ഒരു മുല്ലാക്ക പ്രസംഗിക്കുന്നുണ്ട്, ഒരു ബ്രാഹ്മണൻ പ്രസംഗിക്കുന്നുണ്ട്, പിന്നെ ഒരു ക്രിസ്ത്യൻ അച്ഛനും പ്രസംഗിക്കുന്നുണ്ട്. ഒരു പുരോഗമന സംഘത്തിൻ്റെ മീറ്റിംഗാണ്. അവരെല്ലാം പ്രസംഗിച്ചതിന് ശേഷം ഏറ്റവും അവസാനമാണ് യുക്തിവാദിയായി എന്നെ വെച്ചേക്കുന്നത്. അപ്പോൾ അവർ പ്രാമുഖ്യം കൊടുക്കുന്ന ആൾക്കാണ്. ഒരു ബ്രാഹ്മണന്, അതിനുശേഷം ഒരു മുല്ലക്കായ്ക്ക്, അതിന് താഴെ ഒരു അച്ഛനെ, മതേതരത്തെ പറ്റി സംസാരിക്കാനുള്ള ഞാൻ ഏറ്റവും അവസാനം. ഞാൻ സംസാരിക്കുമ്പോൾ ആവപ്പാട് ഒരു 10-15 പേരേ ഉള്ളൂ. ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞു. എൻ്റെ അത്ഭുതം അതല്ല, അവിടെ അതിൻ്റെ സംസ്ഥാന നേതാവ് പ്രസംഗിക്കുന്നത് ഭഗവത്ഗീതയിലെ 2 വരികൾ എടുത്തുകൊണ്ട് ഒരു 1/4 മണിക്കൂർ പ്രസംഗിച്ചു. അതിനുശേഷം അദ്ദേഹം ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞതാണ്, ഖുറാനിൽ പറയുന്നുണ്ട് എൻ്റെ മതം എനിക്കും നിൻ്റെ മതം നിനക്കും എന്ന് നബി പറയുന്നുണ്ട്. ഇത്രത്തോളം കാരുണ്യവാനായ മുഹമ്മദിയെ ഞാൻ കണ്ടിട്ടില്ല എന്ന്. അപ്പം ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ചോദിച്ചു, സാർ ഖുറാൻ വായിച്ചിട്ടുണ്ടോ? ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മറ്റു മനുഷ്യരെ കൊല്ലണമെന്നും ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും കൊല്ലണമെന്നൊക്കെ പറയുന്ന വാക്യങ്ങളുള്ള ലോകത്തെ ഒരേ ഒരു ഗ്രന്ഥം, ഏറ്റവും കൂടുതൽ മറ്റു മനുഷ്യരെ കൊല്ലണമെന്ന് പറയുന്ന ഒരേ ഒരു ഗ്രന്ഥം ഖുറാനാണ്. ആ ഖുറാനും ഭഗവത്ഗീതയും തമ്മിൽ ആനയും എലിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. കൊല്ലണമെന്ന് പറയുന്ന ആഹ്വാനത്തിൻ്റെ കാര്യത്തിൽ പച്ചയ മനുഷ്യരെ തലവെട്ടി കൊല്ലണമെന്ന് പറയുന്ന ഗ്രന്ഥം, അമുസ്ലിങ്ങളെ ഏകദൈവത്തെ, അള്ളാഹുവിനെ ഏകദൈവമായി വിശ്വസിക്കാത്തവരെ കൊന്നുകളയണമെന്ന് പറയുന്ന ലക്കം. ആ ഗ്രന്ഥത്തെ
പഠിക്കാനോ അത് കാര്യങ്ങൾ സംസാരിക്കാനോ ആരും തയ്യാറാകും. മറിച്ച് എൻ്റെ മതം എനിക്കും നിൻ്റെ മതം നിനക്കും എന്നുള്ള ഒരു വരി പറഞ്ഞുകൊണ്ട് കാരുണ്യവാനാണ്. അപ്പോൾ ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു 27 യുദ്ധങ്ങൾ നൽകുകയും അമുസ്ലിങ്ങളെ മുഴുവൻ കൊന്നുകളഞ്ഞ ഒരാൾ. മദീനയിൽ 3 യഹൂദ ഗോത്രങ്ങളെയും 3 ക്രൈസ്തവ ഗോത്രങ്ങളെയും വലിയ കുഴിവെട്ടി യുദ്ധത്തിലൂടെ പിടിച്ചു കെട്ടി അതിലെ പുരുഷന്മാരെയെല്ലാം വലിയ ഒരു കുഴിക്കരയിൽ കൊണ്ടുവന്നിട്ട് നീ ഏകദൈവ വിശ്വാസം അള്ളാഹുവിനെ ഏകദൈവ വിശ്വാസമായി ദൈവമായി അംഗീകരിക്കുന്നുണ്ടോ എന്ന് ഒറ്റ ചോദ്യം ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞവരെല്ലാം കുഴിക്കുള്ളിൽ തലപെട്ടിയ കുഴിയിലേക്ക് ഇട്ടു. ഒരു ദിവസം 600-നും 1500-നും ഇടയ്ക്ക് ആൾക്കാരെ വീതമാണ് അങ്ങനെ കൊന്നത്. 3 യഹൂദ ഗോത്രങ്ങളെയും 3 ക്രൈസ്തവ ഗോത്രങ്ങളെയും കൊന്നു കളഞ്ഞു. ആരാ പറയുന്നത്? അദ്ദേഹം കാരുണ്യവാനാണ്. ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നതല്ല എന്ന ഏക കാരണത്താൽ മനുഷ്യരെ കൊന്നുകളഞ്ഞ ആൾക്കാർ അവർ കാരുണ്യത്തിന് മതമാണെന്ന് ഇവിടെ പറയാൻ ആളുണ്ട്. എന്നാൽ നമ്മുടെ ജബ്ബാർ മാഷ് ആ നുണകളെയെല്ലാം പൊളിക്കുകയാണ്. ഇതാണ് ജബ്ബാർ മാഷിനെതിരെ അവർ തിരിയാൻ കാരണം. കാരണം എന്താണ്? അവർ പവിത്രമെന്ന് പറഞ്ഞ് അവർ കാരുണ്യത്തിൻ്റെ പുസ്തകം എന്ന് പറയുന്ന ഖുർആനെ അതിനിശ്ചിതമായി വിമർശിക്കുന്നത് ജബ്ബാർ മാഷാണ്. ഇന്ന് കേരളത്തിൽ ജബ്ബാർ മാഷ് വിമർശിക്കുന്ന പോലെ ഖുർആനെ കമ്പ് വിമർശിക്കുന്ന മറ്റൊരാളില്ല. തൊടുപുഴയിൽ ജോസഫ് സാറിൻ്റെ കൈപറ്റിയ സംഭവം നിങ്ങൾക്കറിയാമല്ലോ. തൊടുപുഴയിൽ ജോസഫ് സാറിൻ്റെ കൈപറ്റിയ സംഭവം ഉണ്ടായപ്പോൾ അതിൻ്റെ 3ാമത്തെ ദിവസം അവിടെ 7 പേർ ഇറങ്ങുന്ന ഒരു പ്രകടനം നടന്നു. ആദ്യമായി നടക്കുന്ന പ്രകടനം. തൊടുപുഴ ഞെട്ടിവിറച്ചു നിൽക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. മൊത്തത്തിൽ ഒരു അരക്ഷിതാവസ്ഥ. അവിടെ 7 പേർ നടന്ന പ്രകടനത്തിൽ ഞാനും പങ്കെടുത്ത ആളാണ്. 7ാമത്തെ ആളായി പങ്കെടുത്ത ഞാനാണ്. അതിനെതിരെ അന്ന് പ്രസംഗിച്ചത് ഞാനാണ്. അതിനുശേഷം നമ്മൾ മൂവാറ്റുപുഴയിൽ വലിയൊരു കേരള യുക്തിവാദ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ യുക്തിവാദികളെല്ലാം സമാഹരിച്ചുകൊണ്ട് വലിയൊരു പ്രകടനം നടത്തുകയും മൂവാറ്റുപുഴ ജംഗ്ഷനിൽ വലിയൊരു യോഗം നടത്തുകയും ചെയ്തു. പരീക്ഷാ യോഗം നടത്തുകയും ചെയ്തു. ആ യോഗത്തിൽ വെച്ച് കൈവെട്ട് സംഭവം ആ ജോസഫ് സാറിനെ വെട്ടിയ സംഭവത്തിൻ്റെ യഥാർത്ഥ രഹസ്യം തുറന്നു പറഞ്ഞത് ജബ്ബാർ മാഷാണ്. കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളും അവരെ അനുകൂലിക്കുന്ന സംഘടനകളൊക്കെ പറഞ്ഞ് ഇവിടെ ഒത്തിരി പേരെ കൊന്നിട്ടുണ്ടല്ലോ. ടി.പി. ചന്ദ്രശേഖരനെ പോലെ ആൾക്കാരെ കൊന്നിട്ടുണ്ടല്ലോ. മറ്റൊത്തിരി രാഷ്ട്രീയ കൊലപാതകം നടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു വെട്ട് സംഭവം നിങ്ങൾ വലിയ സംഭവമാക്കി മാറ്റുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിനെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ താക്കീതുമായി രംഗത്ത് വന്നത്, സമൂഹത്തിന് താക്കീതുമായി വന്നത് ജബ്ബാർ മാഷാണ്. ആ യോഗത്തിൽ ആ യുക്തിവാദികളുടെ ആ യോഗത്തിൽ വെച്ച് ആദ്യമായി പറഞ്ഞത് ഇത് വെറും ഒരു വെട്ടല്ല, ഒരു ശരീഅത്ത് ശിക്ഷാവിധിയാണ്. നിങ്ങൾ ഖുർആൻ വായിച്ചാലറിയാം. ഖുർആനിൽ പറയുന്നുണ്ട് മുഹമ്മദിനെ വിമർശിക്കുന്നവരെ, മുഹമ്മദിനെ അവമാനിക്കുന്നവരെ, മുഹമ്മദിനെ ചോദ്യം ചെയ്യുന്നവരെ കയ്യും കാലും വെട്ടിക്കളയണമെന്നാണ് പറയുന്നത്. കയ്യും കാലും വെട്ടിക്കളയണം. എങ്ങനെ വെട്ടിക്കളയണം? എൻ്റെ കയ്യിലുള്ള ഖുർആൻ സൗദി അറേബ്യയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് ഖുർആൻ എൻ്റെ കയ്യിലുണ്ട്. ഞാനത് അതിൻ്റെ വിശദീകരണം അതേ നോക്കി. അതിൽ എഴുതിയിട്ടുണ്ട് കട്ട് ദി ഹാൻഡ് ആൻഡ് ലെഗ് ഓപ്പോസിറ്റ് സൈഡ് വേ. അത് ഓപ്പോസിറ്റ് സൈഡിൽ കണ്ടിക്കണമെന്നാണ്. നിങ്ങൾ ആ ജോസഫ് സാറിൻ്റെ വെട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ വലത് കൈയും വെട്ടി ഇടത് കാലുമാണ് വെട്ടിക്കുന്നത്. ശരീരത്തിൽ വേറെ എവിടെയെങ്കിലും മുറിവില്ല. വലത് കാലിൽ മുറിവില്ല, ഇടത് കൈയിലും മുറിവില്ല. വലത് കൈയും ഇടത് കാലുമാണ് വെട്ടിക്കളഞ്ഞിരിക്കുന്നത്. കട്ട് ദി ലെഗ് ആൻഡ് ഹാൻഡ് ഓപ്പോസിറ്റ് സൈഡ്. ശരീഅത്ത് ശിക്ഷ നടത്തിയതാണത്. നിങ്ങൾക്കറിയാമോ, കേരളത്തിൽ എല്ലാ ജില്ലകളിലും ശരീഅത്ത് കോടതികൾ നടത്തുന്നുണ്ട്. അതോ ലോകത്ത് ശരീഅത്ത് കോടതികൾ നിയമിച്ചിട്ടുണ്ട്. കേരളത്തിൽ മുസ്ലിം തീവ്രവാദി സംഘടന വളരെ സജീവമാണിത്. ഇവിടെ മാധ്യമത്തെക്കുറിച്ച് സംസാരിച്ചു എനിക്ക് മുമ്പേ പ്രസംഗിച്ചാൽ, മാധ്യമം അപകടകരമായ ഒരു രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്ന ഒരു പത്രമാണ് മാധ്യമം. അതിൻ്റെ ആദ്യകാലത്ത് ഞാൻ അതിൽ ലേഖനം എഴുതിയ ഒരാളാണ്. പക്ഷേ മാധ്യമം ഒരു പ്രത്യേക സംഭവം ഉണ്ടായതിനു ശേഷം ഞാനത് ലേഖനം എഴുതിയിട്ടില്ല. പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടും എഴുതിയിട്ടില്ല. താലിബാനും അൽഖ്വയ്ദയും ചേർന്നുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ പിടിച്ചടക്കിയ സംഭവം ഉണ്ടായപ്പോൾ അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് ആദ്യമായി എഡിറ്റോറിയൽ പേജിൽ ലേഖനം എഴുതിയ ഒരേ ഒരു കേരളത്തെ മലയാള പത്രം മാധ്യമമാണ്. അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് ആദ്യമായി അവസാനമായി ഒരു ലേഖനം എഴുതിയത് മാധ്യമപത്രമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമാണത്. ഭൂമിയിൽ അള്ളാഹുവിൻ്റെ നിയമമല്ലാതെ മറ്റൊന്നും മുസ്ലിങ്ങൾക്ക് ബാധകമല്ലെന്ന് പറയുന്ന മൗദൂദിയുടെ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി.
ജമാഅത്തെ ഇസ്ലാമി 1945 രൂപീകരിക്കപ്പെട്ടത്. അത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് രൂപീകരിക്കപ്പെട്ട ആ പ്രസ്ഥാനം ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ത്യയിലും പാകിസ്ഥാനിലെ പ്രസ്ഥാനം പാകിസ്ഥാനിലും ഉണ്ടായി. പാകിസ്ഥാനിലെ പ്രസ്ഥാനം എങ്ങനെയാണെന്നറിയാമോ? സായുധ പോരാട്ടം നടത്തുന്ന സംഭവമാണ്. അള്ളാഹുവിൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരെ കൊന്നെടുക്കുന്ന ആയുധ പോരാട്ടം നടത്തുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. 1970-കളിൽ ബംഗ്ലാദേശിൽ നടന്നൊരു സ്വാതന്ത്ര്യ പോരാട്ടമുണ്ട്. കിഴക്കൻ പാകിസ്ഥാൻ പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന അത് വിഭജിച്ചു. ആ വിഭജനത്തെ എതിർത്തുകൊണ്ട് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ബംഗ്ലാദേശിൽ മുജീബ് റഹ്മാൻ്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ പോരാട്ടം ഉണ്ടായപ്പോൾ അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പാകിസ്ഥാനിലെ ഘടകത്തിൻ്റെ പ്രവർത്തനം ബംഗ്ലാദേശിലുമുണ്ട്. ആ സ്വാതന്ത്ര്യ പോരാട്ടത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടി 10 ലക്ഷം മനുഷ്യരെയാണ് ജമാഅത്തെ ഇസ്ലാമി കൊന്നത്. 10 ലക്ഷം മനുഷ്യരെ, അവരെല്ലാം മുസ്ലിങ്ങളാണ്. 10 ലക്ഷം മനുഷ്യരെ ബംഗ്ലാദേശിലെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ നിഷ്കരണം വധിച്ച പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതിൻ്റെ പേരാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അന്നത്തെ നേതാക്കന്മാരെ, അവർക്ക് ഇപ്പോൾ അന്ത്യവയോധകരാണ്, അവരെയെല്ലാം വിചാരണ ചെയ്ത് തൂക്കിലേറ്റിക്കൊണ്ടിരിക്കുന്നത്. 10,000 മുസ്ലിം സ്ത്രീകളെയാണ് ബലാത്സംഗം ചെയ്തത്. ജമാഅത്തെ ഇസ്ലാമി അഴിഞ്ഞാടിയ ഒരു കാലഘട്ടമായിരുന്നു 70-കളിലെ ബംഗ്ലാദേശ്. പക്ഷേ ആ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ അവരാണ് ജനാധിപത്യത്തിൻ്റെ വക്താക്കളായി രംഗത്ത് വരുന്നത്. അവരാണ് മതനിരപേക്ഷയുടെ വക്താക്കളായി രംഗത്ത് വരുന്നത്. അവർ അതിനുവേണ്ടി ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ അതിനുവേണ്ടി പ്രചരണ രംഗത്ത് വളരെ സജീവമാണ്. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രങ്ങളും മാസികകളൊക്കെ വായിക്കാറുണ്ടോ? പ്രബോധനം മാസികകൾ വായിക്കാറുണ്ടോ? വായിക്കണം. ആ പ്രബോധനം പോലെയുള്ള തേജസ് പോലെയുള്ള മാസികകളിലാണ് ഇന്ത്യയിലെ ഒഴികെയുള്ള മുഴുവൻ രാജ്യങ്ങളിൽ നടക്കുന്ന ഇസ്ലാമിക് വിപ്ലവത്തിൻ്റെ വാർത്തകൾ ഏറ്റവും കൂടുതൽ വരുന്നത്. അത് പ്രൈസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഇപ്പോൾ സോമാലിയയിൽ നടക്കുന്ന ഇസ്ലാമിക് തീവ്രവാദികളുടെ പോരാട്ടം, നൈജീരിയയിൽ കാമറൂണുമായി ബെക്കോം ഹറാം നടത്തുന്ന പോരാട്ടം, സിറിയയിൽ ഇറാഖിലുമായി IS നടത്തുന്ന പോരാട്ടം, ഇതിനെല്ലാം ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് ലേഖനങ്ങൾ വരുന്നത് ഇതിലാണ്, ഈ പത്രത്തിലാണ്. ഇന്ത്യയുടെ കാര്യത്തിൽ വരുമ്പോൾ മാത്രം അവിടെ സൗരഭ്യം മാറ്റി വെച്ച് ജനാധിപത്യത്തിൻ്റെ വക്താക്കളാവ് മാറും. ഇടതുപക്ഷ നേതാക്കൾ പോലും അതിൽ എഴുതുന്നുണ്ട്. അതുപോലെ ഇടതുപക്ഷ നേതാക്കൾ പോലും അവരുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ദളിതുകളെ കൂട്ടുപിടിച്ചിരിക്കുകയാണ്. SDP എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ട്. SDP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരായി നിൽക്കുന്നത് ദളിതുകളാണ്. പ്രധാന നേതാവ് ഇസ്ലാമാണ്, മുസ്ലിമാണ്. അതിൻ്റെ സഭയായിട്ടുള്ള നേതാക്കന്മാരെല്ലാം ദളിതുകളാണ്. അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി KDP എന്ന് പറയുന്ന ദളിത് പാന്തേഴ്സിൻ്റെ ആ പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന നേതാക്കന്മാരാണ് വെൽഫെയർ പാർട്ടിയുടെ നേതാക്കന്മാർ. എന്തുകൊണ്ടാണിത്? ദളിതുകളെ മുന്നിൽ വെച്ചുകൊണ്ട് അവർ പ്രചരിപ്പിക്കുന്നത് ഇസ്ലാമിക് രാഷ്ട്രീയമാണ്. ഞാനവരുടെ യോഗത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അറിയാം. അവിടെ എൻ്റെ SDPയുടെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ അവിടെ ഘോര അംബേദ്കർസത്തെ പറ്റി പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരാൾ പോലും അത് കേൾക്കുന്നില്ല. വേദിയിൽ നിൽക്കുന്നതും കേൾക്കില്ല. അത് നിങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം അവരെ നമ്മൾ വിഷയമൊന്നും അല്ല. ഇവരിങ്ങനെ ഹിന്ദുക്കൾക്കെതിരെ സംസാരിക്കണം, ജാതി വ്യവസ്ഥയ്ക്കെതിരെ സംസാരിക്കണം, അത് ഇവരെ കൊണ്ട് സംസാരിപ്പിക്കുന്നു, ദളിതുകളെ കൊണ്ട് സംസാരിക്കുന്നു. എന്നിട്ട് ഇന്ത്യയിലെ ജനാധിപത്യ രാഷ്ട്രീയം മുഴുവൻ കുഴപ്പമാണ്, ഈ മതനിരപേക്ഷ മുഴുവൻ കുഴപ്പമാണ്, അങ്ങനെ ഈ രാഷ്ട്രീയ വ്യവസ്ഥ മുഴുവൻ കുഴപ്പമാണെന്നുള്ള കാര്യമാണ് ഈ ദളിതുകളെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്. എന്നിട്ട് ഈ ജമാഅത്ത് ഈ SDP-യെ നിയന്ത്രിക്കുന്ന ആരാണ്? പോപ്പുലർ ഫ്രണ്ടാണ്. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഇസ്ലാമിക രാഷ്ട്രീയം ഇന്ത്യയെ സ്ഥാപിക്കാനുള്ള പ്രസ്ഥാനമാണ്. CBI പിരിച്ചുവിട്ടപ്പോൾ അവരുണ്ടാക്കിയ പ്രസ്ഥാനം. നിരവധി സംസ്ഥാനങ്ങളിൽ ആ പ്രസ്ഥാനമുണ്ട്. ഇതാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഇപ്പോൾ ഇന്ത്യയിലെമ്പാടുമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ കാശ്മീരിൽ കഴിഞ്ഞ് കുറേ നാളായിട്ട് കലാപമാണ്. 65 പേർ മരിച്ചു. എന്തിനാ കലാപം? അവിടുത്തെ ഒരു തീവ്രവാദിയെ വെടിവെച്ച് വന്നതിനാണ് കലാപം. അല്ലാതെ അവിടുത്തെ ഒരു മനുഷ്യാവകാശ പോരാളിയെ വെടിവെച്ചതിന് വന്നതിനല്ല. അവിടുത്തെ സ്വതന്ത്ര പാകിസ്ഥാൻ എന്ന് പറയുന്ന വാദം ഉന്നയിച്ച ഒരു തീവ്രവാദിയെ വെടിവെച്ച് വന്നതിന് കഴിഞ്ഞ് കുറേ നാളുകളായി കലാപമാണ്. കാശ്മീർ വിട്ടുപോകണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം രൂപപ്പെട്ടു വന്ന കാലത്തെ സ്വാതന്ത്ര്യം കിട്ടുമെന്നുള്ള ഒരു അഭിവാഞ്ച കടന്നു വന്നപ്പോൾ അവർ ഇസ്ലാമിക രാഷ്ട്രവാദം ഉന്നയിച്ചു. അങ്ങനെ ഇസ്ലാമിൻ്റെ ഒരു രാഷ്ട്രം, രണ്ട് രാഷ്ട്രം, ഇന്ത്യ രൂപം 2 ഭാഗത്തും നിന്നും അവർ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കി. അതിനുശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശം കാശ്മീരാണ്.
ആ കാശ്മീരിൽ അവർ ഇസ്ലാമിക രാഷ്ട്രവാദം ഉന്നയിക്കുക. കാശ്മീർ വിട്ടുകൊടുത്താൽ പിന്നെ അടുത്ത ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള രാജ്യം എവിടായിരിക്കും? സംസ്ഥാനത്തായിരിക്കും. അവിടെ വീണ്ടും ഉണ്ടാകും. ഒരിക്കലും ഈ വിഷയം തീരുന്നത്. കാരണം എന്താണ്? അവർക്ക് ഇസ്ലാമിക രാഷ്ട്രം ഭൂമിയിൽ ഖുറാനിൽ പറയുന്നുണ്ട്, ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഭരണം സ്ഥാപിക്കുന്നവരെ നിങ്ങൾ അവരുമായി യുദ്ധം ചെയ്യണമെന്നാണ്. ആരുമായിട്ട്? അമുസ്ലിങ്ങളുമായി യുദ്ധം ചെയ്യണമെന്നാണ് പറയുന്നത്. അവർക്ക് 2 പ്രമാണമുള്ളത്. ഈ ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് 2 പ്രമാണമാണുള്ളത്. ഒന്നാമത്തെ പ്രമാണം ഖുറാനാണ്. ഖുറാൻ്റെ ഒരു ഒന്നാമത്തെ ഒറിജിനൽ പ്രതി അള്ളാഹുവിൻ്റെ മേളിലിരിക്കുകയാണ്. അതിൻ്റെ ഒരു കോപ്പി മുഹമ്മദ് വഴി ഇന്ത്യയിലേക്ക് കൊടുത്തു, ലോകത്തിലേക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. ആ പ്രതിയിൽ എന്താണ് പറയുന്നത്? ആ പ്രതിയിൽ ആ ഖുറാനിൽ പറയുന്നുണ്ട്, അമുസ്ലിങ്ങളെ കൊന്നൊടുക്കി, അതായത് അന്നത്തെ അറേബ്യയിലെ അമുസ്ലിങ്ങളായിട്ടുള്ള യഹൂദന്മാരെയും ക്രൈസ്തവരെയും കൊന്നൊടുക്കിക്കൊണ്ട് അവിടെ അവർക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ട് അവിടെ അള്ളാഹുവിൻ്റെ രാജ്യം സ്ഥാപിക്കണമെന്ന് ഖുറാനിൽ 150 വരികളിലൂടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഖുറാൻ വായിച്ചാൽ, നിങ്ങൾ ഖുറാൻ വായിക്കുമ്പോൾ ഒരു ചുവന്ന പേനയും കൂടെ കയ്യിലിട്ടേക്കാം. എന്നിട്ട് ആ ക്രിസ്ത്യാനികൾക്ക് യഹൂദന്മാർക്കെതിരെ അസഹിഷ്ണുതയോടുകൂടി അവരെ കൊല്ലണമെന്ന് പറയുന്ന ആ വരികളിലെല്ലാം അടിയിൽ നിങ്ങൾ വരയിട്ട് പോയാൽ ഖുറാൻ്റെ നിറം മാറുന്നത് നിങ്ങൾ കാണാൻ കഴിയും. അങ്ങനെ ഖുറാനിൽ 100 കണക്കിന് വരികളാണുള്ളത്, സൂക്തങ്ങളാണുള്ളത്. ആരുടെ സൂക്തങ്ങൾ? അള്ളാഹുവിൻ്റെ സൂക്തങ്ങൾ. അത് വള്ളിപുള്ളി തെറ്റാതെ അനുസരിക്കാൻ ആരാണ് ബാധ്യസ്ഥർ? മുസ്ലിങ്ങൾ ബാധ്യസ്ഥരാണ്. അതാണ് മൗദൂദി പറഞ്ഞത്, ഭൂമിയിൽ അള്ളാഹുവിൻ്റെ നിയമമല്ല മറ്റൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല, മുസ്ലിങ്ങൾക്ക് ബാധകമല്ല എന്ന് മൗദൂദി പറഞ്ഞതാണ്. രണ്ടാമത്തെ പ്രമാണം എന്താണ്? രണ്ടാമത്തെ പ്രമാണം എന്ന് പറയുന്നത് മുഹമ്മദിൻ്റെ പ്രവർത്തനങ്ങളാണ്. മുഹമ്മദ് എന്തൊക്കെ പറഞ്ഞു, മുഹമ്മദ് എന്തൊക്കെ പ്രവർത്തിച്ചു, ഇതൊക്കെ മുഹമ്മദിൻ്റെ മരണശേഷം എഴുതിയെടുത്തിട്ടുണ്ട്. അതാണ് ഹദീസ് ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഖുറാനിൽ ഒരു കാര്യത്തെപ്പറ്റി പറഞ്ഞതിൽ നിങ്ങൾക്ക് അവ്യക്തതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഖുറാനിൽ പറഞ്ഞിട്ടുള്ള ഒരു വരിയിൽ കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് മുഹമ്മദ് എന്താണ് ചെയ്തിട്ടുള്ളത്, മുഹമ്മദ് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ഹദീസ് ഗ്രന്ഥങ്ങൾ നോക്കി പൂരിപ്പിക്കണമെന്നാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രമാണം ഖുർആൻ, രണ്ടാമത്തെ പ്രമാണം എന്താണ്? മുഹമ്മദിൻ്റെ പ്രവർത്തനങ്ങൾ. മുഹമ്മദിൻ്റെ പ്രവർത്തനം എന്താണ്? മുഹമ്മദിൻ്റെ ആദ്യകാലത്തെ യുദ്ധങ്ങളെല്ലാം ഖുറൈശികൾക്കെതിരായിരുന്നു. ഖുറൈശികളിലെ കച്ചവട സംഘങ്ങൾ മദീനയിൽ കൂടി സിറിയയിലേക്ക് പോകുമ്പോൾ അതിനെ കടന്നാക്രമിച്ച് അവരെ കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു. അതിനുശേഷം അദ്ദേഹം മുസ്ലിം സൈന്യമുണ്ടാക്കുകയും 27 യുദ്ധങ്ങൾ നടത്തി ചുറ്റുവട്ടത്തുള്ള മുഴുവൻ ഗ്രാമീണതയും കൊന്നൊടുക്കിച്ചു. അപ്പം മുഹമ്മദിൻ്റെ പരിപാടി എന്താണ്? ഒരു ദിവസം രാവിലെ മുഹമ്മദിൻ്റെ അനുയായികളെല്ലാം വിളിച്ചു കൂട്ടും, ഒരു ഗ്രാമത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നാക്രമണം നടത്തും. അവിടുത്തെ പുരുഷന്മാരെയും സ്ത്രീകളെയെല്ലാം പിടിച്ചു കെട്ടും. ഇസ്ലാമിൽ ചേരാൻ താല്പര്യമില്ലാത്ത മുഴുവൻ പുരുഷന്മാരെയും കൊന്നുകളയും. സ്ത്രീകളെ ആ യുദ്ധഭൂമിയിൽ വെച്ച് തന്നെ പങ്കിട്ടെടുക്കും. ഇത് ഞാൻ വെറുതെ പറയുന്നില്ല. മുഹമ്മദിൻ്റെ ഭാര്യ സഫിയ ഒരു യഹൂദ സ്ത്രീയാണ്. ആ യഹൂദ സ്ത്രീയെ ഒരു യുദ്ധത്തിലൂടെ തടവുകാരിയാക്കി പിടിച്ചതാണ്. യഹൂദ സ്ത്രീയെ യുദ്ധത്തിലൂടെ തടവുകാരിയാക്കി പിടിച്ചത്. എങ്ങനെയാണ് പിടിച്ചത്? യുദ്ധത്തിൽ പുരുഷന്മാരെ മുഴുവൻ കൊന്നു കഴിഞ്ഞപ്പോൾ ആ യഹൂദ ഗോത്രത്തിലെ മുഴുവൻ പെണ്ണുങ്ങളെ പങ്കിട്ടെടുക്കാൻ പറഞ്ഞു. അവർ സ്വത്ത് കൊള്ളയടിക്കാൻ പറഞ്ഞു. അങ്ങനെ കൊള്ളയടിച്ച സമയത്ത് കൊള്ളയടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പെണ്ണുങ്ങളെ ഇങ്ങനെ പങ്കുവെച്ചപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, തിരുമേനി, അവിടുത്തെ യഹൂദ ഗോത്രത്തലവൻ്റെ മകൾ സുന്ദരിയാണ്, അതിന് വേറൊരാളെ എടുത്തിരിക്കുകയാണ്, തിരുമേനി അവളെ എടുക്കണം. അപ്പോൾ സുന്ദരിയാണെന്ന് കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിന് കാലിറങ്ങി അവളെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? അതിന് പ്രത്യേകം പറയുന്നുണ്ട്, അവളുടെ അവളുടെ പിതാവിനെയും ബന്ധുക്കളെയെല്ലാം കൊന്നിട്ട സ്ഥലത്തൂടെ കൊണ്ടുവരണമെന്ന്. കാരണം അവൾ എത്രത്തോളം അശരണയാണ് എന്നവളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അവളുടെ പിതാവിനെ, അവളുടെ സഹോദരനെ, അവളുടെ ബന്ധുമിത്രാദികളെല്ലാം കൊന്നിട്ട ആ പ്രദേശത്തൂടെ, ആ ജനങ്ങൾക്കിടയിൽ കൂടിയാണ് അവളെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവൾ നോക്കുമ്പോൾ അവളുടെ പിതാവിനെ വെട്ടിക്കൊന്നിരിക്കുന്നു, അവളുടെ സഹോദരനെ വെട്ടിക്കൊന്നിരിക്കുന്നു, അവളുടെ മറ്റ് ബന്ധുക്കളെല്ലാം വെട്ടിക്കൊന്നിരിക്കുക. ആകപ്പാടെ അവൾ നിലവിളിച്ചുകൊണ്ടുവരുന്ന ആ സ്ത്രീയെ മുഹമ്മദ് ആദിയാക്കുന്നു. മുഹമ്മദ് കാരുണ്യവാനെന്ന് പറയുന്ന മുഹമ്മദിനെ പറ്റി നിങ്ങൾ ഓർക്കണം. ആ യുദ്ധഭൂമിയിൽ വെച്ച് അവളുടെ ബന്ധുമിത്രാദികൾ ശവശരീരങ്ങളെല്ലാം അവിടെ ചിതറിക്കിടക്കുന്ന ആ യുദ്ധഭൂമിയിൽ വെച്ച് അന്ന് രാത്രി അവളുമായിട്ട് ബന്ധപ്പെട്ടു.
കൂടാരത്തിൻ്റെ ഉള്ളിൽ വെച്ച് അവളുമായി ബന്ധപ്പെട്ടു മുഹമ്മദ്. അതിനെ അലിയെ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ അനുയായികൾ വാളുമായി കാവലിൽ നിന്നു. ഇത്ര നികൃഷ്ടമായ പ്രവൃത്തി ചെയ്ത ഒരാൾ ലോകചരിത്രത്തിൽ കാണില്ല. ഹിറ്റ്ലർ പോലും അങ്ങനെ ചെയ്ത് കാണുന്നു. അങ്ങനെയാണ് സഫിയയെ അദ്ദേഹം ഭാര്യയാവും. അങ്ങനെ വിവിധ ഗോത്രങ്ങളെ കടന്നാക്രമിക്കുകയും ആ ഗോത്രത്തിലുള്ള പുരുഷന്മാരെ മുഴുവൻ കൊല്ലുകയും അവശേഷിക്കുക വാളിൻ്റെ മുന്നിൽ വെച്ച് ഭയപ്പെടുത്തി നിരവധി ആൾക്കാരെ ഇസ്ലാമിലേക്ക് ചേർത്തുകയും ചെയ്തുകൊണ്ടാണ് മദീനയിൽ അദ്ദേഹം ഒന്നാമത്തെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നത്. ഇതവർക്ക് പ്രമാണമാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ മുഹമ്മദ് മരിച്ചതിന് ശേഷം ഒന്നാമത്തെ ഖലീഫയായി തീർന്ന അബൂബക്കർ മുഹമ്മദിൻ്റെ ഇതേ പാത പിന്തുടർന്നുകൊണ്ട് അറേബ്യയിലെ മുഴുവൻ ഗോത്രങ്ങളെയും, അറേബ്യ ഉപഭൂഖണ്ഡത്തിലെ മുഴുവൻ ഗോത്രങ്ങളെയും കടന്നാക്രമിച്ച് ഇസ്ലാമിൻ്റേതല്ലാത്ത മുഴുവൻ ആൾക്കാരെയും കൊന്നുകളഞ്ഞു. അങ്ങനെ അബൂബക്കറിൻ്റെ കാലത്താണ് ഒന്നാമത്തെ ഖലീഫ. അബൂബക്കറിൻ്റെ കാലത്താണ് അറേബ്യ മുഴുവൻ ഇസ്ലാമാവുന്നത്. പിന്നീട് രണ്ടാമത്തെ ഖലീഫ ഉമർ, മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ, നാലാമത്തെ ഖലീഫ, അങ്ങനെ ഖലീഫകളുടെ കാലത്ത്, അഞ്ചാമത്തെ ഖലീഫ വരെയുള്ള കാലത്ത് അവർ അക്രമം ഇങ്ങോട്ട് ഇന്ത്യയുടെ ഭാഗത്തേക്ക് സിന്ധു നദിയിലേക്ക് അപ്പുറത്ത് വരെ എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് അപ്പുറത്തെ വശത്തേക്ക് ആഫ്രിക്കയുടെ തീരം വഴി യൂറോപ്പിൻ്റെ താഴ്വാരം വരെ യുദ്ധം ചെയ്തു. അങ്ങനെ യുദ്ധത്തിലൂടെ, നിങ്ങൾ ഓർക്കണം, യുദ്ധത്തിലൂടെ മതം പ്രചരിപ്പിച്ച ലോകത്തിലെ ഒരേ ഒരു മതം ഇസ്ലാമാണ്. ഇസ്ലാം പ്രബോധനത്തിൽ കൂടിയല്ല മതം പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ക്രിസ്ത്യാനികൾ ചെയ്യുന്ന സുവിശേഷവൽക്കരണത്തിൽ കൂടിയല്ല, യുദ്ധത്തിലൂടെയാണ്. യുദ്ധം ചെയ്ത ഒരു ഗോത്രത്തെ, ഒരു ജനപദത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും പുരുഷന്മാരെ മുഴുവൻ വിളിച്ചെടുക്കുകയും നിങ്ങൾ ഇസ്ലാമിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ വെട്ടുകയും ചെയ്യും. നിങ്ങളുടെ കൈ വെട്ടും, നിങ്ങളുടെ കാൽ വെട്ടും, നിങ്ങളുടെ ശരീരം മുഴുവൻ വെട്ടിക്കളയും. ഇസ്ലാമിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത്രയും വെട്ടിക്കളഞ്ഞവരെ പറഞ്ഞാൽ കെട്ടിപ്പുറന്ന് ഇസ്ലാമിൽ ഇല്ല എന്ന് പറഞ്ഞാൽ തലയും വെട്ടിക്കളയും. ഞാൻ ഈയിടെ 2 വീഡിയോ അതിഭീകരമാണ്. ഒന്ന് താലിബാൻ്റെ കാലത്ത് ഒരു മനുഷ്യനെ കൊല്ലുന്നതാണ്. അയാളുടെ കൈയും കാലും കെട്ടിയിട്ടിരിക്കുന്നു, നിലത്തിട്ടേക്കാണ്. ചുറ്റും ഇങ്ങനെ ആൾക്കാർ നിൽക്കുന്നു. എന്നിട്ട് അയാളുടെ മുടിയിലിങ്ങനെ പിടിച്ചുകൊണ്ട് ഒരാൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ കഴുത്തിങ്ങനെ ഇറക്കുവാണ്. അപ്പോൾ കഴുത്തിങ്ങനെ ഇറക്കുന്ന സമയത്ത് ചുറ്റും നിൽക്കുന്ന ആൾക്കാർ വികാരത്തോട് അല്ലാഹു അക്ബർ എന്ന് പറയുന്നു. ഞാൻ ഓർക്കുകയാണ്, ഒരു മനുഷ്യനെ കഴുത്തിറക്കുമ്പോൾ ചുറ്റും നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറയാൻ ആ മാനസികാവസ്ഥ എന്താണ്? ഭ്രാന്തമായൊരു മാനസികാവസ്ഥ. മതം മനോരകമായി തീരുന്നൊരവസ്ഥയല്ലേ അത്? നമുക്ക് പറ്റുമോ? അത് ഒരു മനുഷ്യൻ്റെ കഴുത്തിറക്കുന്നത് കണ്ടു നിൽക്കാൻ നമുക്ക് പറ്റുമോ? പറ്റുന്നു. അതുപോലെ ഈ അടുത്തിടയ്ക്ക് ഒരു മനുഷ്യനെ ഈ IS കൊല്ലുന്നത് ഞാൻ കണ്ടു. അത് ഒരു മനുഷ്യനെ കസേരയിൽ എടുത്തിരിക്കുകയാണ്. ഒരു തൂണിഞ്ഞ കസേര എടുത്തിരിക്കുകയാണ്. എന്നിട്ട് ISനെ കടന്നാക്രമിച്ചാൽ ലോകം മുഴുവൻ നശിപ്പിച്ച് കളയുമെന്നൊക്കെ ഒരാൾ അറബിയിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് ഇങ്ങനെ തജ്ജ വരുന്നുണ്ട് ആ വീഡിയോയിൽ. എന്നിട്ട് പെട്ടെന്ന് അയാളുടെ തല പിടിച്ചിട്ട് പെടലിയുടെ പുറയിൽ ഇങ്ങനെ വെട്ടി കൊല്ലുന്നു. വെട്ടി കൊല്ലുന്നിട്ട് ആ തല താഴെ പോകുന്നു. ആ താഴെ പോകുന്ന തലയെടുത്ത് ആ മനുഷ്യൻ്റെ തോളയിൽ വെക്കുന്നു. എന്നിട്ട് അല്ലാഹു അക്ബർ എന്നുണ്ട്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പ്രൈസ് ചെയ്യുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത് RSSകാർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ കുഴപ്പമാണെന്ന്, ഏറ്റവും വലിയ നികൃഷ്ടമായ പ്രവൃത്തിയാണെന്ന് ഇവിടെ ബുദ്ധിജീവികൾ പറയുന്നു. ലോകത്തെ ജനാധിപത്യ വ്യവസ്ഥയ്ക്കെതിരെയാണ്. ലോകത്തെമ്പാടുമായി വളർന്നു വരുന്ന കഴിഞ്ഞ 200 വർഷത്തെ ചരിത്രമായി ജനാധിപത്യത്തുള്ളൂ. 200 വർഷമായി വളർന്നു വരുന്ന മതനിരപേക്ഷമായ ജനാധിപത്യ വ്യവസ്ഥയ്ക്കെതിരെ, മതരാഷ്ട്രത്തിൻ്റെ അതിഭീകരമായ നിയമങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദികൾ കടന്നാക്രമണം നടത്തുമ്പോൾ അതിനെതിരെ ഒരു വാക്ക് മിണ്ടാൻ ഇവിടുത്തെ ബുദ്ധിജീവികൾ തയ്യാറാകുന്നുണ്ടോ? എൻ്റെ ചോദ്യം അതാണ്. ഒരു വാക്ക് മിണ്ടാൻ തയ്യാറാകുന്നുണ്ടോ? അത് സിറിയയിലെ കാര്യമാണ്, അതിലേക്ക് ഇറാഖിലെ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കുകയാണ് പറയുന്നത്. ഇത് നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. കാരണം എന്താണ്? നമ്മൾ അതിനെ അഭിമുഖീകരിച്ച് കഴിഞ്ഞിരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. അന്തർദേശീയ തലത്തിൽ നടക്കുന്ന ഇസ്ലാമിക് തീവ്രവാദ പ്രവർത്തനം, അത് പാരീസിൽ ആക്രമണം നടത്തി, അല്ലെങ്കിൽ അമേരിക്കയിൽ ആക്രമണം നടത്തി, അല്ലെങ്കിൽ സിറിയയിൽ ആക്രമണം നടത്തി, അല്ലെങ്കിൽ ഫിലിപ്പൈൻസിൽ ആക്രമണം നടത്തി എന്ന് പറഞ്ഞ് കൈ കെട്ടിയിരിക്കാൻ നമുക്കാവില്ല, മനുഷ്യർക്കാവില്ല. കാരണം ആഗോളതലത്തിൽ അവർ ഓരോ കാര്യങ്ങളും മുന്നോട്ട് മതത്തിൻ്റെ നിയമങ്ങൾ മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ്, കടന്നാക്രമണം മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ്. നമുക്കതിനെതിരെ നിശബ്ദമായിരിക്കാൻ അവകാശമില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ജബ്ബാർ മാഷിനെതിരെ ഭീഷണി കാണേണ്ടത്.
നിങ്ങൾക്കറിയാം, കാശ്മീരിൽ പോയി ഇന്ത്യൻ സൈന്യത്തിൻ്റെ വെടിയേറ്റ് മരിച്ച ജിഹാദ് പ്രവർത്തനം നടത്തിയ 4 യുവാക്കൾ കേരളീയരാണ്. 4 യുവാക്കൾ കേരളത്തിൽ നിന്ന് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ടെന്നുള്ള അതിൻ്റെ അർത്ഥം. അതുപോലെ IS മേഖലയിലേക്ക് 21 പേർ പോയിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കേരളത്തിൽ പ്രബുദ്ധ കേരളം എന്ന് പറഞ്ഞുകൊണ്ട് നാം ഇങ്ങനെ നിശബ്ദമായിരിക്കുന്ന ഈ കേരളത്തിൽ നിന്നും അന്തർധാരയിൽ ISലേക്ക് തീവ്രവാദ ജിഹാദിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് ജബ്ബാർ മാഷിനെതിരെയുള്ള ഈ വധഭീഷണി നമുക്ക് നിസ്സാരമായി കരുതാനാവില്ല. ഈ കൂടിയിരിക്കുന്നതിൽ തന്നെ IS ചാരന്മാർക്കാണ്, നമുക്ക് ഇടയിലുണ്ടാവും. കാരണം ഞാനങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. കാരണം നമുക്ക് തൊട്ടടുത്തവർ നിൽക്കുകയാണ്, നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. നമ്മളുടെ പ്രവർത്തനം എന്താണ്? അവർക്കെതിരെ നമ്മുടെ പ്രവർത്തനം നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ നമ്മുടെ തൊട്ടടുത്തവർ നിൽക്കുകയാണ്. നമ്മളെ അവർ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്താണ്? ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കുക, അതാണ് അവരുടെ ടാർഗറ്റ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു സൈന്യമാണ്, അർദ്ധസൈന്യ സംഘടനയാണ്. ഈ പോപ്പുലർ ഫ്രണ്ട് അവരുടെ പോപ്പുലർ ഫ്രണ്ട് എല്ലാ ആഗസ്റ്റ് 15-നും ഇന്ത്യൻ പതാക എടുത്തുകൊണ്ട് റൂട്ട് മാർച്ച് പ്രഖ്യാപിക്കും. അത് അനുവദിക്കത്തില്ല, സർക്കാർ നിരോധിക്കും. എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെ ഇന്ത്യൻ പതാക ഏറ്റിക്കൊണ്ട് ഒരു റൂട്ട് മാർച്ചിനെ അനുവദിക്കാത്തത്? അതിന് കാരണമുണ്ട്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ യൂണിഫോം എന്ന് പറയുന്നത് പാകിസ്ഥാൻ പട്ടാളത്തെ യൂണിഫോമാണത്. പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ഒരു ദളത്തിൻ്റെ യൂണിഫോമാണ് അവർ അണിയുന്നത്. അപ്പോൾ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ഒരു ദളത്തിൻ്റെ യൂണിഫോം അണിഞ്ഞ ഒരു സംഘം ഇന്ത്യൻ പാതകളിൽ കൂടി റൂട്ട് മാർച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞാൽ ഇവർ പാകിസ്ഥാൻ്റെ ആശയത്തിൽ നിൽക്കുകയാണ്. അപ്പം അവരിവിടെ റൂട്ട് മാർച്ച് ചെയ്യണം. ത്രിവർണ്ണ പതാക മാറ്റി പച്ചപ്പതാക അവർ ഏത് ദിവസവും പൊക്കും. അപ്പോൾ ഞാനെൻ്റെ വാക്കൽ ചുരുക്കുകയാണ്, ഇത് നിസ്സാരമായൊരു ഭീഷണിയല്ല, നമ്മുടെ ജനാധിപത്യത്തിനെതിരെ ഒരു ഭീഷണിയാണ്, നമ്മുടെ മതനിരപേക്ഷമായ വ്യവസ്ഥയ്ക്കെതിരെ ഭീഷണിയാണ്, മാനവികക്കെതിരെ ഭീഷണിയാണ്. അപ്പോൾ മാനവികയെ സംരക്ഷിക്കാൻ, ജനാധിപത്യം സംരക്ഷിക്കാൻ, സെക്കുലറിസം സംരക്ഷിക്കാൻ, ഇതിനെ മനുഷ്യനായി നിലനിർത്താൻ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക്, ആഗോളതലത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് എതിരെ അതിശക്തമായ ഒരു കൂട്ടായ്മ ഉണ്ടാവും, പ്രതിരോധ കൂട്ടായ്മ ഉണ്ടാവും. ഇപ്പോൾ ഈ ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനം സാമ്രാജ്യവാദത്തിൻ്റെ സൃഷ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. അതൊക്കെ വെറും വാചോടാപങ്ങൾ മാത്രമാണ്, യാഥാർത്ഥ്യമായി ബന്ധമില്ലാത്തതാണ്. അതൊന്നുമല്ല അടിസ്ഥാനമായ വിഷയം. സാമ്രാജ്യത്തെ ഉപയോഗിച്ചിട്ടുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അടിസ്ഥാന പ്രശ്നം മതരാഷ്ട്രമാണ്. ഈ മതരാഷ്ട്രത്തിൽ, ആ മതത്തിൽ ചേരാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ നമ്മളെയും അവർ കൊല്ലുമെന്നുള്ള കാര്യം സംശയമില്ല. കാരണം അതല്ല അവർക്ക് മറ്റൊരു ഓപ്ഷനില്ല. അവരോടൊപ്പം ചേരുക അല്ലെങ്കിൽ കൊല്ലപ്പെടുക എന്നുള്ളതാണ്. ഇത് എല്ലാ മനുഷ്യരെ സംബന്ധിച്ചതാണ് ഇസ്ലാമിൻ്റെ ഒരു നിയമം. അപ്പോൾ മനുഷ്യവംശത്തെ സംരക്ഷിക്കാൻ, മനുഷ്യൻ്റെ സംസ്കൃതിയെ സംരക്ഷിക്കാൻ നാം ഈ തീവ്രവാദത്തിന്, ആഗോളതലത്തിൽ ഈ തീവ്രവാദത്തിനെതിരെയുള്ള ഒരു വലിയ ജനമുന്നേറ്റം രൂപപ്പെട്ടു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നാം കടന്നു വരികയും വൻപിച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഇതുപോലെ കൊച്ചു യോഗങ്ങളിലൂടെ നമ്മുടെ ആശയം, ഇവർക്കെതിരെയുള്ള നമ്മുടെ ആശയം പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ മുന്നോട്ട് വരണമെന്ന് മാത്രമാക്കുവാനും ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. അങ്ങനെ മാത്രമേ നമുക്ക് ജബ്ബാർ മാഷിനെ പോലെ വധഭീഷണിയെയും ഭാവിയിൽ നേരിടാനായിരിക്കുന്ന എല്ലാവരെയും രക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എന്നെ ഇത്രയും നേരം ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താറുള്ളതാണ്. VT സ്മാരക സമിതി കൺവീനർ രവി മൂവാറ്റുപുഴ. സുഹൃത്തുക്കളെ, സമയം അതിക്രമിച്ചു. കാലിയായ കസേരകളെ നോക്കി സംസാരിക്കേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കഴിഞ്ഞ ഞായറാഴ്ച 28-ാം തീയതി കേരള യുക്തിവാദ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ എറണാകുളത്ത് വെച്ച്
ഇതുപോലൊരു പ്രതിഷേധ യോഗം, ഒരു പ്രകടനവും നടക്കുകയുണ്ടായി. അതിൽ പങ്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്ത ഒരാളാണ് ഞാനിവിടെ ഈ എറണാകുളത്ത് ഇത്തരം ഒരു മീറ്റിംഗ് നടക്കുന്നതിനെക്കുറിച്ച് ഒരു മുസ്ലിം സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇത് പണ്ട് പുലി വരുന്നു എന്ന് പറയുന്നത് പോലെ നിങ്ങൾ പറയുന്നതാണ്. ഇവിടെ ഇസ്ലാമിക തീവ്രവാദമൊന്നുമില്ല, അത് മുതലെടുപ്പിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. ജബ്ബാർ മാഷിൻ്റെ കാര്യമൊക്കെ വെറുതെ നിങ്ങൾ പർവ്വതീകരിച്ച് പറയുന്നതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദം അല്ലെങ്കിൽ ആ പുലി വന്നിട്ട് 10-15 കൊല്ലത്തിൽ കൂടുതലായി. ഒരു 14-15 വർഷം മുമ്പ് സ്വന്തം വീട്ടിൽ നിന്ന് മതപ്രഭാഷണത്തിനായിട്ട് വിളിച്ചുകൊണ്ടുപോയ ഒരു പരിഷ്കരണവാദിയായ മൗലവിയെ അതിനുശേഷം ഇന്ന് വരെ നമ്മൾ ആരും കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേര് ചേകന്നൂർ അബുൽ ഹസൻ മൗലവി എന്നാണ്. ചേകന്നൂർ മൗലവി എന്ന് പറയും. നമ്മളുടെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ ആർക്കും വലിയ ഉത്കണ്ഠയുണ്ടാക്കിയ തിരോധാനമൊന്നും ആയിരുന്നില്ല മൗലവിയുടേത്. വർഷങ്ങളോളം ആ സംഭവം നിശബ്ദമായിട്ട് കിടന്നു. പിൽക്കാലത്ത് എം.എൻ. കാരശ്ശേരിയെ പോലുള്ള മതവിശ്വാസി അല്ലെങ്കിലും അങ്ങനെ ഒരു പരസ്യമായിട്ട് നിരീശ്വരവാദ പ്രചരണമൊന്നും നടത്താത്ത ആളുടെ നിർബന്ധപ്രകാരം ഒരു കാലത്ത് കേരളീയ സാംസ്കാരിക മനസാക്ഷിയായിരുന്ന സുകുമാർ അഴീക്കോട് മാതൃഭൂമിയിൽ മൗലവിയുടെ തിരോധാനത്തെക്കുറിച്ചൊരു ലേഖനം എഴുതിയതുകൂടിയാണ് ആ സംഭവം വീണ്ടും ജനശ്രദ്ധയിൽ വരുന്നത്. കാരശ്ശേരി മാഷ് വളരെ സജീവമായിട്ട് മൗലവി പ്രശ്നത്തിൽ ഇടപെടുകയും നിരന്തരമായിട്ട് മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുകയും എഴുതുകയൊക്കെ ചെയ്തതുകൊണ്ട് അത് CBI അന്വേഷണം വരെ പോയി. കുറച്ച് ആളുകളെയൊക്കെ പിടിച്ചു. ഇതുവരെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം എവിടെയാണെന്ന് കണ്ടു കിട്ടിയിട്ടില്ല. അതൊരു ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഒരു തിരനോട്ടമാണത്. അപ്പോൾ അങ്ങനൊരു മനുഷ്യൻ നമ്മളോടൊപ്പം ജീവിച്ചിരുന്നു. ഇന്ന് സമാനമായൊരു സാഹചര്യത്തിൽ അബുൽ ഹസൻ മൗലവി ഒരു നിരീശ്വരവാദിയൊന്നും ആയിരുന്നില്ല. പുരോഗമനപരമായൊരു വീക്ഷണം ജനങ്ങളുമായിട്ട് ഇസ്ലാമിലെ ആളുകളുമായിട്ട് പങ്കുവച്ചിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അതുപോലെ ഇന്ന് ജബ്ബാർ മാഷിനെ പോലെ പരിണിതപ്രജ്ഞനായ ഒരു യുക്തിവാദി വധഭീഷണി നേരിടുന്ന ഒരവസ്ഥ നിലനിൽക്കുന്നു. ഇൻ്റർനെറ്റിൽ വന്ന ഒരു ബ്ലോഗിൽ ജബ്ബാർ മാഷിനെ കൊല്ലുന്നത് ഒരു പുണ്യപ്രവൃത്തിയാണെന്നും അത് ചെയ്യാത്തത് കേരളീയ മുസ്ലിങ്ങളുടെ കഴിവുകേടാണെന്നുമാണ് ആ ബ്ലോഗിനകത്ത് പറഞ്ഞിരുന്നത്. ഇപ്പോൾ നിലവിൽ ആ ബ്ലോഗിൽ ഇതൊരു പരാതി വരികയും വിമർശനം ഉണ്ടാവുകയും ചെയ്തതോടുകൂടി ആ ബ്ലോഗ് ഇൻ്റർനെറ്റിൽ നിന്ന് പിൻവലിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ബ്ലോഗില്ല. ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായൊരു കാരണം കേരളത്തിൽ ഇസ്ലാമിക വിമർശനം യുക്തിവാദികളുടെ ഇടയ്ക്ക് ഒരു സജീവ ചർച്ചാ വിഷയമാക്കിയത് എൻ്റെയൊക്കെ ഗുരുനാഥനായിരുന്ന ശ്രീ ജോസഫ് ഇടമുറകാണ്. അതിനുശേഷം MBK നിരവധി ആളുകൾ ഇസ്ലാമിക വിമർശനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ഇസ്ലാമിക വിമർശകൻ ജബ്ബാർ മാഷാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള വധഭീഷണിയെ നമ്മൾ ഗൗരവത്തോടുകൂടി കാണേണ്ടത്. ISSൻ്റെ പ്രവർത്തനം ഇവിടെയൊന്നുമില്ല, നിങ്ങൾ വെറുതെ നുണ പറയുന്നതാണെന്നൊക്കെ നമ്മുടെ സ്നേഹിതം പറയണ്ടായി. ISSൻ്റെ ആൾക്കാർ ഇവിടെ ഇല്ലെങ്കിലും ISS പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങളെ നെഞ്ചേറ്റി നടക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. ഇപ്പോൾ മൂവാറ്റുപുഴയിൽ, എൻ്റെ നാട് മൂവാറ്റുപുഴയിലാണ്. അവിടെ എൻ്റെ ഒരു പരിചയക്കാരനാണ് ഈ കൈവെട്ടി എന്ന് പറഞ്ഞ ജോസഫ് മാഷ്. അദ്ദേഹം അത്ര വലിയൊരു തെറ്റം ചെയ്തിരുന്ന ആളൊന്നുമല്ല. PT കുഞ്ഞുമുഹമ്മദിൻ്റെ ഒരു പുസ്തകത്തിൽ നിന്നൊരു 2-3 വരികൾ ഉദ്ധരിച്ച് വിദ്യാർത്ഥികളുടെ ഒരു ചോദ്യം ഉണ്ടാക്കിയതിൽ മുഹമ്മദ് എന്നൊരു പേര് അദ്ദേഹം ചേർത്തു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തൊരു തെറ്റ്. അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ കൈയും കാലും ഒന്നട വിട്ട് വെട്ടിയത്. ഇവിടെ എൻ്റെ സ്നേഹിതൻ ഋഷികുമാർ പറഞ്ഞ പോലെ വലത്ത് കൈ വെട്ടുവാണെങ്കിൽ ഇടത്ത് കാല് വെട്ടണം, ഇടത്തെ കൈയാണ് വെട്ടണമെങ്കിൽ വലത്തെ കാല് വെട്ടണം. ഖുറാൻ്റെ 5-ാം അധ്യായത്തിൽ 33-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, അള്ളാഹുവിനും അവൻ്റെ ദൂതനും എതിരായിട്ട് ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ നടക്കുന്നവരുടെ ഒന്നുകിൽ കൊല്ലുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൈ കാലുകൾ ഒന്നിട വിട്ടുകയോ ചെയ്യണമെന്നാണ് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്. അത് വലിയ സമാധാനത്തിൻ്റെ മതമൊന്നുമല്ല. ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ് എന്നിങ്ങനെ പേർത്തും എല്ലാവരും പറയാറുണ്ട്. ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം സമാധാനമാണ് എന്ന്. സമാധാനം എന്നൊരർത്ഥം ഇസ്ലാമിനുണ്ടാവാം, പക്ഷേ യഥാർത്ഥത്തിൽ ഇസ്ലാം പ്രതിദാനം ചെയ്യുന്ന അർത്ഥം അതല്ല, കീഴടങ്ങൽ എന്നുള്ളതാണ്. അള്ളാഹു ഒരു അബൂദാണ്, അതായത് യജമാനൻ. അദ്ദേഹത്തിൽ വിശ്വസിക്കുന്ന ഓരോ മുസ്ലിങ്ങളും അടിമയാണ്. അബ്ദു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അറബിയിൽ പറയുന്നത്. അബ്ദു എന്ന് പറഞ്ഞാൽ അടിമ എന്നാണ്. അപ്പോൾ പരമകാരുണികനായ യജമാനൻ്റെ അടിമകളാണ് എല്ലാ ഇസ്ലാം. അപ്പോൾ അവർ ഇസ്ലാം പറയുന്നത് അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. നമ്മുടെ കൂട്ടുകാരിലെ പലരുടെ പേരുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അബ്ദുൾ റഹ്മാൻ, അബ്ദുൾ മജീദ്, അബ്ദുള്ള എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ദൈവത്തിൻ്റെ പര്യായങ്ങളാണ്. ഈ അബ്ദുൾ റഹീം, അബ്ദുൾ മജീദ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ദൈവത്തിൻ്റെ അടിമ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇസ്ലാമിൻ്റെ അർത്ഥം കീഴടങ്ങൽ എന്നാണ്. ദൈവത്തിന് കീഴടങ്ങി ദൈവത്തിൻ്റെ വിധി വിശ്വാസങ്ങളും വിധി കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് മുസ്ലിം. ചിലപ്പോൾ അതിന് സമാധാനം എന്നുള്ള അർത്ഥം ഉണ്ടാകും, പക്ഷേ
ആ അർത്ഥമൊന്നല്ല ഇസ്ലാമിൽ കൽപ്പിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ വെറുതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു ന്യായമാണ്. അപ്പോൾ കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു വിപുലമായ 10,000-കണക്കിന് ആളുകളുടെ ഒരു പ്രസ്ഥാനമൊന്നുമല്ല. 1917 ഈ എറണാകുളം ജില്ലയിലെ ചെറായിയിൽ സഹോദരൻ അയ്യപ്പൻ ഉദ്ഘാടനം ചെയ്ത മിശ്ര ഭോജന പ്രസ്ഥാനത്തോടുകൂടിയാണ് കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഇതിപ്പോൾ 100 വർഷം തികയാണ്. പക്ഷേ നമുക്കിപ്പോഴും നമ്മൾ വളരെ മഹത്തായ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ പോലും വളരെ പരിമിതമായൊരു അംഗസംഖ്യയാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിച്ചുകൊണ്ട് വലിയൊരു പ്രതിരോധ നിര ഉണ്ടാക്കാനൊന്നും നമ്മളെ കൊണ്ടൊന്നും സാധിക്കുകയില്ല. ഇപ്പോൾ പുറകിൽ നിന്നിപ്പോൾ എനിക്കും നിങ്ങൾക്കും നമ്മളുടെ പുറകിലൊരു കൊലക്കത്തി ഉണ്ടാവാം. നമ്മൾ പോലും അറിയില്ല അതെപ്പോഴാണ് നമ്മുടെ പെടലിക്ക് വന്ന് വീഴുന്നതെന്നുള്ളത്. അപ്പോൾ കേരളത്തിലെ സമാന ചിന്താഗതിയുള്ള പുരോഗമന ആശയങ്ങളുള്ള എല്ലാ സംഘടനകളുമായിട്ട് യോജിച്ചുകൊണ്ട് ഇതിനൊരു ബദൽ പ്രതിരോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ മുഹമ്മദ് ഖാൻ ഇവിടെ പ്രസംഗിച്ചപ്പോൾ ജബ്ബാർ മാഷ് മരിച്ചാലെന്ന് പറഞ്ഞു. നമ്മൾ ജബ്ബാർ മാഷ് മരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ മതവിമർശനം ഇപ്പോൾ നവമാധ്യമങ്ങളിൽ കൂടിയൊക്കെ പറഞ്ഞു ഒരുപാട് ആളുകൾ ഈ മതം ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇന്നും ഒരു മാറ്റത്തിന് വിധേയമാകാൻ തയ്യാറാകാത്തൊരു മനസ്സ് കൊണ്ടു നടക്കുന്ന ആളുകൾ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ആളുകൾ ജീവിച്ചിരിക്കുകയും നമ്മളോടൊപ്പം ആശയസംവേദനം നടത്തുകയും ചെയ്യേണ്ടത് പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ജബ്ബാർ മാഷിൻ്റെ ജീവിതത്തിന് എതിരായിട്ടുണ്ടായിട്ടുള്ള ഭീഷണികളെ നമ്മൾ ഗൗരവപൂർവ്വമായിട്ട് കാണുകയും അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ട ഒരു സന്ദർഭമാണിത്. അപ്പോൾ ഇത്തരൊരു പരിപാടി ഇവിടെ വിളിച്ചു കൂട്ടുകയും കുറേ ഏറെ ആൾക്കാരെ കൊണ്ട് ഈ ആശയം പറയിപ്പിക്കുകയും ചെയ്ത യുക്തിവാദ പഠന കേന്ദ്രത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. യുക്തിവാദ പഠന കേന്ദ്രം സജീവ പ്രവർത്തകൻ ഷിബു എരമല്ലൂർ. ഒരു 2-3 മിനിറ്റ് മാത്രം എടുക്കാം. 2 കാരണങ്ങളുണ്ട്. 1 വൈകി, 2 ഞാൻ ആതിഥേയരുടെ പ്രതിനിധിയാണ്. സമയം കൂടുതലെടുക്കാൻ പാടില്ല. ചെറിയ പരിപാടിയായിരുന്നെങ്കിലും വളരെ സന്തോഷകരമായ അല്പം പ്രൗഢമായ രീതിയിൽ തന്നെ നടത്തിയെന്നാണ് നമുക്ക് അഭിമാനത്തോടെ ഓർക്കാവുന്ന ഒരു കാര്യം. എനിക്കിതിൽ പറയാനുള്ളത്, ഞാൻ താത്വികമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. മതവിശ്വാസിയിൽ നിന്നും മത തീവ്രവാദിയിലേക്കുള്ള ദൂരം അധികമൊന്നുമില്ല. അതായത് ഏതൊരു മതവിശ്വാസിയിലും ഉറങ്ങിക്കിടക്കുന്ന ഒരു മത തീവ്രവാദിയുണ്ട്. ഈ ഒരു വാക്കിൽ ഞാൻ വേറൊരു രീതിയിൽ ഞാൻ പലപ്പോഴും പറയുന്നത്, ഇപ്പം നമ്മുടെ സ്വതന്ത്ര ചിന്തകർ തന്നെ പറയാറുണ്ട്, മതം ജീർണിക്കുമ്പോഴാണ്, രാഷ്ട്രീയക്കാർ ഇടതുപക്ഷ ബുദ്ധിജീവികളൊക്കെ പറയും മതം ജീർണിക്കുമ്പോഴാണ് കുഴപ്പം, നല്ല വിശ്വാസം നല്ലതാണ്. അങ്ങനെയല്ല, മതം ജീർണിക്കുന്ന സ്വഭാവമുള്ളതാണ്. മതത്തിൻ്റെ സഹജ സ്വഭാവമാണ് ജീർണിക്കാതിരിക്കാൻ പറ്റില്ല. അതിന് എനിക്ക് ഉദാഹരണമായിട്ട് തോന്നിക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന മാംസം പോലെയാണ്. മാംസത്തിന് ജീർണിക്കുക എന്ന് പറയുന്ന സഹജ സ്വഭാവമുണ്ട്. അത് ഫ്രിഡ്ജിലിരിക്കുമ്പോൾ ജീർണിക്കാതെ ഇരിക്കുന്നത് ഫ്രിഡ്ജിലെ ശീതീകരണ സംവിധാനം നിലനിൽക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ സമൂഹത്തിലെ മതവിശ്വാസി മത തീവ്രവാദി ആകാത്തത് മതവിശ്വാസിയെ നിയന്ത്രിക്കുന്ന ഒരു ഭരണ സംവിധാനവും നിയമവും ഇവിടെ ഉള്ളതുകൊണ്ടാണ്. അതല്ല എങ്കിൽ മതവിശ്വാസി മത തീവ്രവാദിയാകും. ഫ്രിഡ്ജിലെ ശീതീകരണ സംവിധാനത്തിന് എന്തെങ്കിലും ഒരു തകരാറ് സംഭവിക്കുകയോ അതിലേക്കുള്ള വൈദ്യുത പ്രവാഹം നിലയ്ക്കുകയോ ചെയ്താൽ ഫ്രിഡ്ജിലെ മാംസം ജീർണിക്കുമെന്ന് പറയുന്നത് പോലെ തന്നെ ഭരണകൂടം എപ്പോൾ ദുർബലമാകുന്നുവോ, അല്ലെങ്കിൽ ഭരണകൂടത്തെ എപ്പോൾ ഇവർക്ക് മറികടക്കാനുള്ള ശേഷി വരുന്നോ, അവിടെ അവർ ജീർണിച്ച് യഥാർത്ഥ മത തീവ്രവാദത്തിൻ്റെ സ്വഭാവമെടുക്കും. അതാണ് സിറിയയിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ സംഭവിക്കുന്നതിന് ഒരു പക്ഷേ അധിക സമയം വേണ്ടി വരുമോ, അല്ലെ ഇന്ത്യയിൽ അതുണ്ടാവുന്നതിന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസത്തിൽ നിന്നും മത തീവ്രവാദത്തിലേക്കുള്ള ദൂരം വളരെ ചെറുതാണ്. ഒറ്റ കാര്യം മാത്രം ഞാൻ പറയുകയാണ്, അത് മാത്രമേ എനിക്ക് ഇതിൽ ഈ വൈകിയ വേളയിൽ പറയാനുള്ളൂ. 1 മാസത്തിലധികമായി ജബ്ബാർ മാഷിന് ഈ മതഭീഷണി ഉണ്ടായിട്ട്, അദ്ദേഹത്തിന് ആദ്യത്തെ വധഭീഷണി ഉണ്ടായത് 1998 ഗോവിച്ചേട്ടനൊക്കെ അറിയാം. തസ്നി നാസർ വിവാഹം, തലനാരിഴയ്ക്കാണ് ജബ്ബാർ മാഷ് അന്ന് തീവ്രവാദിയുടെ കയ്യിൽ നിന്ന് ജീവൻ രക്ഷപ്പെട്ടത്. ഒറ്റ കാരണം കൊണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള ടെലിഫോൺ കേബിൾ കട്ട് ചെയ്തത് മാറിപ്പോയി. അന്ന് മൊബൈൽ ഫോണില്ല. അപ്പോൾ ടെലിഫോൺ പോസ്റ്റിൽ വന്നിട്ട് അവർ ഒരു കേബിൾ മുറിച്ച് വിട്ടു NDF-കാർ. അത് മാഷിൻ്റെ വീട്ടിലേക്കുള്ളതാണ് എന്നാണ് അവർ വിചാരിച്ചത്, പോലീസിനെ വിളിക്കാതിരിക്കാൻ. പക്ഷേ അത് മുറിച്ചത്, ഒരുപക്ഷെ വിശ്വാസിയായിരുന്നെങ്കിൽ പറയും ദൈവം രക്ഷിച്ചാണെന്ന്, മറ്റൊരു വീട്ടിലേക്കുള്ള കേബിളാണ് മുറിച്ചത്. മാഷിന് പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ജനൽ അടിച്ച് തകർക്കുമ്പോൾ
പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയാൻ കഴിഞ്ഞു. തൊട്ടടുത്തുള്ള ചില ഇടതുപക്ഷ DYFI സുഹൃത്തുക്കളെ വിളിച്ചു പറയാം. അവരെല്ലാവരും എത്തി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അതിനുശേഷമാണ് മൂവാറ്റുപുഴയിൽ വെച്ച ഇരുമ്പ് കസേര കൊണ്ടുള്ള അടി. അതാണ് അബിദ് അലി ഇവിടെ പറഞ്ഞത്. അവിടെ വെച്ചും ഒരുപക്ഷെ മരിക്കേണ്ടതായിരുന്നു, തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. അതിനുശേഷം ഗോചേട്ടൻ ഓർക്കുന്നുണ്ടാവും, പാഠപുസ്തക സമരം കോഴിക്കോട്ട് വെച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ ഇദ്ദേഹത്തെ വളഞ്ഞു വെച്ചു. അന്നും രക്ഷപ്പെട്ടു. എത്രയോ തവണ അതിനേക്കാൾ എത്ര തീവ്രമായ ഒരു വധഭീഷണിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പക്ഷേ എന്നെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, ചില പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികൾ നമ്മൾക്ക് മുന്നിൽ സംസാരിച്ചു പോയി. ഇതുപോലുള്ള ഏതെങ്കിലും ഒരു പുരോഗമന പ്രസ്ഥാനം എവിടെയെങ്കിലും ഒരു പ്രതിഷേധ കൂട്ടായ്മ നടത്തുവാനോ, അതല്ലെങ്കിൽ അവരുടെ വാക്കുകളിൽ തന്നെ ഞങ്ങളുടെ പ്രസ്ഥാനം കൂടി ഇത് ഏറ്റെടുക്കുമെന്നും തുടർന്നുള്ള പ്രക്ഷോഭ പരിപാടികളിലും പ്രതിഷേധ പരിപാടികളിലുമൊക്കെ ഞങ്ങളും ഉണ്ടാകുമെന്ന് പറയുന്ന ഒരു വാക്കുപോലും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മളെ സംരക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. കായികമായിട്ട് സംരക്ഷിക്കാൻ പറ്റില്ല. നമുക്ക് ചെയ്യാവുന്ന ഒരേ ഒരു മാർഗ്ഗം, എനിക്കറിയാം നാളെ രാവിലെ കൊച്ചിയിൽ നിന്നിറങ്ങുന്ന പത്രത്തിലൊന്നും നമ്മളിവിടെ പറഞ്ഞു ഒന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം, പരമാവധി ജനകീയ കൂട്ടായ്മ, യുക്തിവാദികൾക്കും സ്വതന്ത്രചിന്തകർക്കും പുറത്തുള്ള ജനകീയ കൂട്ടായ്മകൾ എവിടെയുണ്ടെന്ന് കണ്ടെത്തിയിട്ട് നമ്മുടെ ഇതുപോലെയുള്ള ഈ ആശയങ്ങളും നമ്മളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയും അവിടെ അറിയിക്കുകയും അവരോടൊപ്പം നിന്നുകൊണ്ട് ഇതുപോലുള്ള പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നോ വളരെ വളരെ ദുഷ്കരമായ ഒരു കാര്യമാണത്. കാരണം നമ്മളിപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് ഒരു സാംസ്കാരിക സംഘടനയുടെ ഉള്ള പ്രതിനിധികളോട് ചെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാൻ ഞങ്ങൾ വരാമെന്നൊന്നും പറഞ്ഞാൽ ഒരുപക്ഷെ കഴിഞ്ഞൊന്നുമില്ല. പരമാവധി ഈ സ്വതന്ത്രചിന്തകരുടെ കൂട്ടായ്മയിൽ നിന്നും പുറത്തു കൊണ്ടുപോകാനുള്ള ശ്രമം നമ്മൾ നടത്തണം. അതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമവും നമ്മളുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെ ഈ വൈകിയ വേളയിൽ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.